അവിടെ അലർജി ഉള്ളവനും തുമ്മലുള്ളവനും ആസ്മയുള്ളവനും ജ്വരമുള്ളവനും സോറിയാസിസ് ഉള്ളവനും ആര് ചെന്നാലും അതിനെ നെഞ്ചിലേറ്റാൻ പറ്റുന്ന കാലാവസ്ഥയുള്ള ഈ ലോകത്തിലെ ഒരേ ഒരു സ്ഥലം ശിവഗിരിക്കുന്നാണ്. ഒരുത്തനൊരു തുമ്മലും വരില്ല, ചീറ്റലും വരില്ല, ശ്വാസമുട്ടലും വരില്ല, പ്രഷറും കൂടില്ല, ആസ്മയുമില്ല, അലർജിയുമില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ തീർത്ഥാടന കാലത്ത്, ശിവഗിരി തീർത്ഥാടന കാലത്ത് ഏതെങ്കിലും ഒരു വണ്ടി ആക്സിഡന്റിൽ പെട്ടത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഏതെങ്കിലും ഒരു ഭക്തന് ആക്സിഡന്റ് സംഭവിച്ചതായിട്ടോ ഹൃദയാഘാതം വന്ന് മരിച്ചതായിട്ടോ കേട്ടിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് ജനങ്ങൾ ശിവഗിരിയിലേക്ക് നിറഞ്ഞ് കവിഞ്ഞ് റോഡ് നിറഞ്ഞൊഴുകുമ്പോഴും എന്തേ ഒരാൾക്ക് പോലും ഒരു അപകടം സംഭവിക്കാത്തത്? ആറ്റിങ്ങലിലെ കപാലീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആറ്റിങ്ങൽ കപാലീശ്വര ക്ഷേത്രത്തിന്റെ ചുറ്റളവിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കേ, അവിടെയുള്ള ഏതെങ്കിലും കിണറുകളിൽ ശുദ്ധമായ വെള്ളം കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, നിങ്ങൾ പറയൂ, ഉണ്ടോ ഇല്ലയോ? എവിടെയെങ്കിലും ഉണ്ടോ? കടൽ തീരത്ത് എവിടെയെങ്കിലും ഉപ്പില്ലാത്ത വെള്ളം കാണിച്ചു തരാമോ? ഉണ്ടോ ഇല്ലയോ? ഇനി വൈദ്യർക്ക് അജ്ഞതയാണെങ്കിൽ പറയണം, ഉണ്ടോ ഇല്ലയോ? എല്ലായിടത്തും കടലിന്റെ തീരത്തുള്ള കിണറുകളിലും കുളങ്ങളിലും എല്ലാം ഒരു വെള്ളം, ഉപ്പ് വെള്ളം തന്നെയാണ്. എന്തുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന കപാലീശ്വര ക്ഷേത്രത്തിന്റെ മുറ്റത്തുള്ള ആ കൈകൾ കൊണ്ട്, തൃക്കരങ്ങൾ കൊണ്ട് വരച്ച ഒരു പാളമുങ്ങാനുള്ള വെള്ളം എന്നും ശുദ്ധമായിരിക്കുമെന്ന് പറഞ്ഞ ആ കിണറ്റിൽ മാത്രം എങ്ങനെ ഇപ്പോഴും ശുദ്ധമായ വെള്ളം നിലനിൽക്കും? കേരളത്തിൽ മാത്രമാണ് അൽഫാമും കുഴിമന്തിക്കടകളും, കേരളത്തിൽ മാത്രമാണ് അമ്മായിയമ്മയുടെ പുട്ടുകട, അപ്പച്ചന്റെ ദോശക്കട, ഇഡ്ഡലിക്കട, നൈറ്റ് കട, രാത്രി കട, മുഴുവൻ കടകളാണ്. കേരളത്തിലുള്ള പോലെ ഹോട്ടലുകളും ബേക്കറികളും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കാണിച്ചു തരാമോ? കർണാടകത്തിലോ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും അൽഫാം കുഴിമന്തിക്കട കാണിച്ചു തരാമോ? കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇത്രയും ആശുപത്രികൾ കാണിച്ചു തരാമോ? ഓരോ പോസ്റ്റിന്റെ ചുവട്ടിലും മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകൾ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? വികസനമാണ് വൈദ്യുതി, ഇതൊക്കെ കേരളത്തിന്റെ വികസനം. ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാവണം. വൈദ്യരുടെ നാവിൽ നിന്നും നല്ല അറിവുകൾ ഈ ദേശത്തുള്ള സജ്ജനങ്ങൾക്കുണ്ടാവണമെന്ന് ഒരു പ്രാർത്ഥന ഉണ്ടാവട്ടെ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലേക്കൊണ്ട് ഒരു പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാവണം. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരം ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ജന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണീതം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തേ. ബോധനാഥ സദാനന്ദ സർവബോധദയാപര രക്ഷ ശസ്തേസ്തു. ചാത്തന്നൂർ SNDP യൂണിയൻ അതിനായ പ്രസിഡന്റ്, സെക്രട്ടറിയുടെ മോൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നിന്നും വൈദ്യരുടെ ഒരു ക്ലാസ് വേണമെന്നുള്ളൊരാഗ്രഹം. എനിക്ക് തോന്നുന്നത് 4-5 വർഷമായിട്ട് ചാത്തന്നൂർ SNDP യൂണിയനിൽ നിന്നൊരു പ്രോഗ്രാമിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സൗകര്യവും ഇവിടുത്തെ സൗകര്യവും പലപ്പോഴും ഒക്കാതെ വരികയും, എന്നാൽ ഇന്ന് ഈ ഭഗവാൻ അധിവസിക്കുന്ന ശിവഗിരി കുന്നിൻ്റെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ചാത്തന്നൂർ SNDP യൂണിയൻ്റെ ഓഡിറ്റോറിയത്തിൽ നല്ല സജ്ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രഭാഷണം നടത്താനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. ഭഗവാനോടും ഇതിൻ്റെ ഭാരവാഹികളോടും വിശേഷ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. കുടുംബ ജീവിതവും ആരോഗ്യവും എന്നൊരു വിഷയമാണ് എന്നോട് യൂണിയൻ സെക്രട്ടറി ആവശ്യപ്പെട്ടത്. പ്രസിഡന്റ് പറഞ്ഞപ്പോൾ നാട്ടുവൈദ്യവും ആയുർവേദവും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ഒക്കെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രസിഡന്റ് പറഞ്ഞതെങ്കിലും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇത്രയും ദൂരം, ഏകദേശം 200 കിലോമീറ്ററിനടുത്ത് യാത്ര ചെയ്ത് ഈ കൊല്ലത്തിൻ്റെ മണ്ണിൽ, ശിവഗിരി കുന്നിനോട് ചേർന്ന് കിടക്കുന്ന ഈ മണ്ണിൽ വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും നമ്മൾക്ക് ആശയ വിനിമയങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും, നമ്മൾ പരസ്പരം സംസാരിക്കാത്തത് കൊണ്ടും, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടും പലപ്പോഴും ജീവിതം നമ്മുടെ ജീവിത വഴിത്താരകൾ വിട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. കാലഘട്ടത്തിൻ്റെ ഓരോ മാറ്റങ്ങൾക്കും അനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മങ്ങൾക്ക് വലിയ പ്രസക്തിയാണ് ഇന്ന് ലോകമെമ്പാടും സ്വീകരിക്കുന്നത്. പലപ്പോഴും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ സമുദായങ്ങളും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നുണ്ട്. മറ്റുള്ളവർ അവരുടെ മതത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ആത്മീയ തലങ്ങളിലും ഭൗതിക തലങ്ങളിലുമുള്ള ശ്രദ്ധയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, ഭഗവാന്റെ ധർമ്മങ്ങൾക്ക് അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് പോലും ജീവിതത്തിൽ പരാജയം നുണയുകയില്ല.
അത് വ്യക്തമായി പഠിക്കാനും അറിയാനും സാധിക്കുന്നിടത്താണ് നല്ല ഒരു കുടുംബജീവിതം സാത്വികമായ നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. സാത്വിക സന്മാർഗ ദർശനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ലോക മാനവികതയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ആപ്തവാക്യങ്ങൾ, സൂക്തങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ആത്മീയ തലങ്ങളിലും ഭൗതിക സൗകര്യങ്ങളിലും ഒക്കെ ഈശ്വരന്റെ ഒരു കയ്യൊപ്പ് പോലെ, ഒരു വരദാനം പോലെയാണ് ശ്രീനാരായണ ഗുരുദേവൻ മാനവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ അത്ഭുത സിദ്ധികൾ ഇന്നും ലൈവായിട്ട് നിന്നിട്ടും അതിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വളരെ ചെറിയ വിഭാഗം ജനങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ 90% ജനങ്ങളും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ നെഞ്ചിലേറ്റ് ജീവിത വഴിത്താരകളിൽ പകർത്തിയപ്പോൾ കാണുന്ന അത്ഭുതകരമായ കാഴ്ച, ആ ഈശ്വരീയ മഹാനുഭാവന്റെ ദർശനങ്ങളുടെ പ്രസക്തികളും ജീവിതങ്ങളിൽ ഒരു തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കുകയും ചെയ്യുന്നുള്ളതാണ് വലിയൊരു കാര്യം. പക്ഷെ നമ്മൾ വിശകലനം ചെയ്യില്ല. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു താളപ്പിഴകൾ സംഭവിച്ചാൽ പോലും നമ്മൾ അതിനെ നെഗറ്റീവ് സൈഡുകളോടുകൂടി സ്വീകരിക്കുന്നവരാണ്. സങ്കടം വന്നാൽ സങ്കടപ്പെട്ടിരിക്കുക, സന്തോഷം വന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കുക. ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് പ്രതിഫലിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുകയും, നമ്മൾ ശരിയായ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകൾ, വീഴ്ചകൾ സംഭവിച്ചാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേൽക്കാത്തവൻ മനുഷ്യനല്ല. സങ്കടങ്ങൾ വന്നാൽ അതിനെ അതിജീവിക്കണം. പരാജയം വന്നാൽ അടുത്ത വിജയത്തിൻ്റെ പാതകളിലേക്ക് കുതിക്കണം. അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സംഭവിച്ചാൽ, ആരെങ്കിലുമൊക്കെ പുച്ഛിച്ചാൽ, ആരെങ്കിലുമൊക്കെ കളിയാക്കിയാൽ, ആരെങ്കിലുമൊക്കെ പരിഹസിച്ചാൽ ഉടൻ തളർന്നു പോകുന്ന ഒരു ശരീരമാണ് നമ്മുടേതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനുഷ്യരല്ല. ഈ ഭൂമിയിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ഈശ്വരൻ നമ്മൾക്ക് ജന്മം തന്നിട്ട് ആ സൗഭാഗ്യങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്കൊന്ന് സാധിക്കണ്ടേ? എല്ലാ ആകാരഭംഗികളും സൗന്ദര്യങ്ങളും ഒക്കെ തന്നിട്ടും, അറിവുകളൊക്കെ തന്നിട്ടും നമ്മളിലേക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ നോക്കുന്ന കണ്ണുകൾ മറ്റു തലങ്ങളിലേക്കാണ്, മറ്റുള്ളവരിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കഴിവുകളിലേക്ക് ഒരിക്കലും നമ്മൾ തിരിച്ചു പോകുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. നമ്മൾക്ക് വേണ്ടത് എന്താണ്? കുറച്ച് കാലമേ ഭൂമിയിലുള്ളൂ. ആ കുറച്ചു കാലം ആനന്ദത്തോടു കൂടി, സന്തോഷത്തോടു കൂടി അതിജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ആ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളിലേക്കൊന്ന് നോക്കിയാൽ മതി. പലപ്പോഴും നമ്മുടെ കഴിവുകളിലേക്ക് പോകാത്തത് കൊണ്ടും നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയത എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടുമാണ് പലർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയം വരുന്നത്. ആരോഗ്യകരമായ ഒരു ജീവിത അന്തരീക്ഷം ഇന്ന് എനിക്ക് തോന്നുന്നത് പ്രീ മാരേജ് കൗൺസിലിങ്ങിലുള്ള കുട്ടികൾ കുറച്ച് പേർ. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ആ ജീവിതം തുടങ്ങുമ്പോൾ പരസ്പരമുള്ളൊരു വിശ്വാസം, എപ്പോഴും എല്ലാവരും മാരേജ് നടക്കുന്ന സമയത്ത് വന്ന് പരസ്പര വിശ്വാസത്തോടെ, സ്നേഹത്തോടെ കഴിയണം, വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേണ്ടത് അനുഭവങ്ങളായിരിക്കണം. അക്കാദമിക് തലങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ രചിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് പാഠ്യേതര വിഷയങ്ങളാണെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉടലെടുത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം സജ്ജമാകുന്നത്. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്കുള്ളൊരു മൂല്യമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അതൊരു അർദ്ധനാരീശ്വര സങ്കല്പം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ശ്രീനാരായണ ഗുരുദേവൻ കൈവച്ചിരിക്കുന്ന മേഖലയും അത് തന്നെയാണ്. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ പ്രത്യേകിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയകളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ കണ്ടിട്ട് അത് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതം എവിടെ പോയി നിൽക്കും? 53% ഡിവോഴ്സ് കേസുകളായി ഇന്ന് കേരളത്തിൽ. എവിടെ സംഭവിച്ചു? നമ്മുടെ പൂർവികന്മാരുടെ കാലത്ത്, നമ്മുടെ മാതാപിതാക്കളുടെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വാരസ്യങ്ങൾ വീട്ടിലുണ്ടായെങ്കിൽ അതിന് ക്ഷമയോടെ, ധൈര്യത്തോടെ നേരിട്ടിരുന്നുവെങ്കിൽ ഇന്ന് ക്ഷമയില്ല, ധൈര്യമില്ല. ഒരു വീട്ടിൽ ഒരു ശബ്ദമുണ്ടായാൽ ഉടൻ എടുത്തടിച്ചതുപോലെ മറുപടിയാണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഒരു ബട്ടൺ അമർത്തിയാൽ അമേരിക്കയിൽ നിന്ന് സംസാരിക്കുന്ന ആളെ കാണാം. അത്രയും സ്പീഡാണ്. അതുപോലെ തന്നെയാണ് ഭർത്താവ് കടന്നു വരുമ്പോഴത്തേക്ക് ഭാര്യയോട് എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെട്ട എന്നതാണ് ഈ വീടിൻ്റെ വാതിക്കെ കിടക്കുന്നത് വെച്ചാൽ എന്താണ് കാര്യം എന്ന് തിരിഞ്ഞു നിന്ന് നമ്മൾ ചോദിക്കും. ഒരു 30 സെക്കൻഡ് ക്ഷമയോടെ നിന്ന് ഭർത്താവ് പറയുന്നത് ഒന്ന് കേട്ടിട്ട് അതിനൊരു മറുപടി പറയാനുള്ള ക്ഷമ പുതിയ തലമുറയ്ക്കുണ്ടോ? നിങ്ങളൊരു 30 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കണം. 1 മിനിറ്റ് ഒന്ന് ക്ഷമയോടെ കേൾക്കണം.
വീട്ടിലൊരു ശബ്ദം ഉടലെടുക്കുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ ഒന്ന് കൈകെട്ടി ഒന്ന് 30 മിനിറ്റ് 30 സെക്കൻഡ് ഒന്ന് നിൽക്കണം. 30 സെക്കൻഡ് കഴിയുമ്പോൾ ചോദിക്കണം, അല്ല ചേട്ടൻ എന്താണ് ഇച്ചിരി മുമ്പ് എന്നോട് പറഞ്ഞത്? ഇതെല്ലാം ഇവിടെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് ഞാനാണോ അതിനെന്നാണോ? ചേട്ടൻ അറിയാമോ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എത്ര സമയമായെന്ന്? എന്തൊക്കെ ചെയ്തെന്ന് ചേട്ടൻ അന്വേഷിച്ചായിരുന്നോ എന്ന് നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അലങ്കോലമാവുമോ? സൗണ്ട് വരുമോ? സോറി അടി, ഞാനത് കയറി വന്ന് കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ദേഷ്യം വന്നു, അന്നേരം ഞാനത് പറഞ്ഞതാണ്, നീ എന്നോടൊന്ന് ക്ഷമിക്ക്. ആര്? ഭർത്താവ് ഭാര്യയോട് പറയണം. പറയുമോ? ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ ക്ഷമ പറയില്ല. എന്താണ് കാരണം? വേറെ എവിടെ പോയി ക്ഷമ പറയും? സർക്കാർ ആഫീസിൽ പോയി ക്ഷമ പറയും, പാർട്ടിക്കാരോട് ക്ഷമ പറയും, ലോകത്തെവിടെ വേണമെങ്കിലും ക്ഷമ പറയും. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ട അർദ്ധനാരീശ്വര സങ്കല്പമുള്ള ഇണചേർന്ന് നിൽക്കേണ്ട ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ ദൃഢമാക്കേണ്ടവരാണ് പരസ്പരം ക്ഷമ പറയേണ്ടവർ. പറയുമോ? എത്ര കുടുംബങ്ങളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ? എനിക്കൊരു തെറ്റ് പറ്റി എൻ്റെ രാജുകുട്ടി, നീ എന്നോടൊന്ന് ക്ഷമിച്ചേര് എന്ന് പറയുമോ? എൻ്റെ രാജു ചേട്ടാ, എനിക്കൊരു തെറ്റ് പറ്റി, ഞാൻ ചേട്ടൻ വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയത്, ഇനി മേലല്ല അത് ഉണ്ടാകില്ല കേട്ടോ, എൻ്റെ പൊന്നല്ലേ, ഒന്ന് പറയുമോ? ഒന്ന് തൊടുമോ? ഒരു സ്നേഹത്തോടെ ഒരു പുഞ്ചിരി കൊടുക്കുമോ? കൊടുക്കില്ല. കാണുന്നത് മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പകരുന്നതാണോ ജീവിതം എന്ന് പറയുന്നത്? നമ്മുടെ പൂർവികർ പകർന്നു തന്ന അനുഭവ സമ്പത്തിലൂടെ ജീവിതത്തെ വഴികാട്ടിയായി കാണിച്ചു തന്നിട്ട്, മാതൃക കാണിച്ചു തന്നിട്ട് നമ്മൾ ആ ജീവിതത്തെ നെഞ്ചിലേറ്റാൻ സാധിക്കുന്നില്ല എങ്കിൽ പുതിയ യുഗത്തിലെ ജീവിത അവതാരങ്ങളായിട്ട് നിങ്ങൾ മാറുകയാണോ? ശ്രദ്ധിച്ചു നോക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പരാജയം നുണയാതെ ജീവിതത്തെ നേരിടണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട തണൽ ഏതാണെന്ന് അറിയാമോ? ആദ്യം മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ആപ്തവാക്യം. മാതാവിനെ എന്തുകൊണ്ടാണ് ഋഷീശ്വരന്മാർ കൊണ്ട് ആദ്യം കൊണ്ട് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്? മാതാവിനെ എന്ന ദൈവത്തെ കൊണ്ട് വെച്ചാൽ പോരായിരുന്നോ? ഈ സകല ചരാചരങ്ങൾക്കും അധിപനായിരിക്കുന്ന ദൈവത്തെ കൊണ്ട് ആദ്യം ഋഷീശ്വരന്മാർ വെച്ചില്ലല്ലോ. എന്തിനാണ് മാതാവിനെ കൊണ്ട് ആദ്യം കൊടുത്തത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 12 ആഴ്ച 3 മാസങ്ങൾ കഴിയുമ്പോൾ ഒരു മനുഷ്യ ശരീരം ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഉരുവിടുമ്പോൾ അവിടം തൊട്ട് തുടങ്ങുന്നു ആ മാതാവിന്. ആ ശിശുവിൻ്റെ ഓരോ വളർച്ചയിലും മാതാവിൻ്റെ ഗർഭപാത്രങ്ങൾ വികസിക്കുമ്പോൾ ആ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ബാക്ക് ഡിസ്കുകൾ, സ്കിന്നുകൾ, പേശികൾ, നെർവുകൾ എല്ലാം അകന്നു കൊടുക്കുമ്പോൾ അതൊരു 6 മാസം കഴിയുമ്പോൾ ഒന്ന് ചരിയാൻ മേല, നിവരാൻ മേല. 7 മാസമാകുമ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ സ്മെല്ലടിക്കത്തില്ല. 8 മാസമാകുമ്പോൾ ചരിഞ്ഞു കിടക്കത്തില്ല, നിവർന്നു കിടക്കത്തില്ല. കാലിൻ്റെ മസലുകളെല്ലാം വലിച്ചു പിടിക്കുന്നു, വിരലുകളെല്ലാം കോച്ചി പിടിക്കുന്നു. അങ്ങനെ 9 മാസത്തിനും 10 മാസത്തിനും ഇടയ്ക്ക് ഇറുകി പിടിച്ച് 2 കിലോ 800 ഗ്രാമുള്ള 3 കിലോയുള്ള ഒരു മാംസത്തെയാണ് ആ മാതാവിൻ്റെ നെഞ്ചിലേക്ക് കൊടുക്കുന്നത്. കണ്ണിന്റെ സ്ഥാനത്ത് ഒരു വര മാത്രം കാണും, ചുണ്ടിന്റെ സ്ഥാനത്ത് ഒരു ചുവന്ന ലൈൻ, ഒരു ലിപ്സ്റ്റിക് ഇട്ടതുപോലെ. മൂക്കിന്റെ സ്ഥാനത്ത് ഹോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണം പറയാൻ. അങ്ങനെ ഇറുകിയിരിക്കുന്ന ഒരു മനുഷ്യരൂപം പോലും അല്ലാത്തൊരു മാംസത്തെ ഒരു മാതാവും പിതാവും നെഞ്ചിലേറ്റിയാണ് അതിനെ LKG-യിലായി, UKG-യിലായി, 1-ലായി, 10-ലായി, ഡിഗ്രി കഴിഞ്ഞ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദേശത്ത് അയച്ചു പഠിച്ചു. അത് കഴിയുമ്പോൾ ആ വിദേശത്ത് പോയി കഴിയുമ്പോൾ തിരിച്ചു വന്ന് മാതാവിനെ പിതാവിനെ കൂടെ സവോള ചാക്കിനകത്താക്കി അടുത്ത വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും. എന്നിട്ട് എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യണം. പപ്പാ, മമ്മി, മുഖം ഒന്ന് കാണട്ടെ, എൻ്റെ പൊന്നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ. ഇതാണ് ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്നത്. അമ്മയെയും അച്ഛനെയും ഋഷീശ്വരന്മാർ 1ഉം 2ഉം സ്ഥാനത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് മാതാവിൻ്റെ വിഷമതകൾ. അതാണ് മാതാവ്. രണ്ടാമത് പിതാവ് വണ്ടിക്കാള. എന്താണ് ഈ പിതാവ് വണ്ടിക്കാള എന്ന് പറയാൻ കാരണം? ശ്രദ്ധിച്ചു നോക്കിക്കോ. പുരുഷനെ വണ്ടിക്കാള കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ആ വണ്ടിയിലേക്ക് നിങ്ങൾ എന്തെല്ലാം ഇട്ടുകൊടുത്താലും ഒരു തുള്ളി കണ്ണീര് വരാതെ വലിച്ചെണ്ട് നടക്കുന്ന ഒരേ ഒരു സാധനമാണ് പിതാവ്. അച്ഛൻ ദുഷ്ടനാണ്, അച്ഛന് സ്നേഹമില്ല, അച്ഛനൊരു സന്തോഷത്തിൽ വർത്താനം പറയല്ല, അച്ഛനൊരു വിനോദങ്ങൾക്കൊരിടത്തും കൊണ്ടുപോകത്തില്ല, ഒരു യാത്ര പോകാൻ നടന്നാൽ അതിന് തടസ്സം പറയും, നല്ലൊരു വസ്ത്രം മേടിക്കാൻ തുടങ്ങിയാൽ നീ നാട് മേടിച്ചതല്ലേ, ഒരു ചെരുപ്പ് മേടിക്കാൻ തുടങ്ങിയാൽ നീ നാട് മേടിച്ച ചെരുപ്പ് എന്താണ്, നിനക്ക് ഇത് മാത്രം ചെലവ് എവിടുന്നാടാ, നീ എവിടെ പോയിട്ട് വരുന്നാടാ, എന്താണ് ഇത്രയും താമസിച്ചത്, എല്ലായിടത്തും തടസ്സം അച്ഛനാണ്. അച്ഛൻ്റെ തുള്ളിൽ ഒരു തുള്ളി കണ്ണീര് വരില്ല.
കാരണം കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ജനനത്തിൻ്റെ ചെലവുകൾ, LKG ചേർത്താൽ അവിടുത്തെ ചെലവുകൾ, UKG ചേർത്താൽ അവിടുത്തെ ചെലവുകൾ, സ്കൂളിൽ കൊണ്ട് ചേർത്താലും ഡിഗ്രി പഠിപ്പിച്ചാലും കല്യാണം കഴിച്ചാലും, ഇനി കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായാലും, ഇനി അവരുടെ വീട് കാണാൻ പോകുമ്പോൾ അലമാരി തൊട്ട് ആഭരണം തൊട്ടുള്ള കൊണ്ടുപോകാനും, ഇനി അഥവാ അവിടെ കലഹമുണ്ടാക്കി ഡിവോഴ്സായി തിരിച്ച് 2 കുഞ്ഞുങ്ങളെ കൊണ്ട് തിരിച്ചു വന്നാലും ചുമക്കുന്ന ഒരേ ഒരു മനുഷ്യൻ, അതാണ് പിതാവ്. ആ വണ്ടിക്കാളയാണ് നമ്മുടെ പിതാവ്. മാതാപിതാക്കളെ നെഞ്ചിലേറ്റ് ജീവിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ജീവിതത്തിൽ പരാജയപ്പെടില്ല. അതാണ് ഋഷീശ്വരന്മാർ ആദ്യം കൊണ്ട് മാതാപിതാക്കൾക്ക് രൂപകൽപ്പന കൊടുത്തത്. അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മാതാവിനെയും പിതാവിനെയുമാണ്. 3-ാം സ്ഥാനത്താണ് ഗുരുവിനെ കൊണ്ട് കൊടുത്തത്, പ്രകാശം പരത്തുന്ന സ്വരൂപൻ ഗുരു. 4-ാം സ്ഥാനത്താണ് ഈശ്വരൻ. പലപ്പോഴും മാതാപിതാക്കൾ അന്നവും വസ്ത്രവും പാർപ്പിടവും ഇല്ലാതെ ജീവിക്കുമ്പോഴും, നല്ല മരുന്നുകൾ പോലും ഇല്ലാതെ ജീവിക്കുമ്പോഴും അമ്പലത്തിൽ കൊണ്ടുപോയി സ്വർണത്തിൻ്റെ കൊടിമരം പണിത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഉരുളി കമഴ്ത്തുന്നവരുണ്ട്. ക്ഷേത്രങ്ങളിലേക്ക് ധാരാളം വഴിപാടുകൾ കൊടുക്കും. ഭഗവാൻ ഇപ്പം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണോ? മനുഷ്യന് ഭൂമിയിൽ കർമ്മം ചെയ്യേണ്ട സമയത്ത് അവൻ കർമ്മനിരതമായെങ്കിൽ മാത്രമേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ കർമ്മത്തിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചാൽ നമ്മുടെ ഈശ്വരൻ നമ്മളെ തേടി വരികയില്ല, ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നിങ്ങളുടെ വാക്കുകൾക്ക് ശുദ്ധതയുണ്ടെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അതിനൊരു സ്നേഹത്തിൻ്റെ തളിരിണയുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ശരീരത്ത് കുടികൊള്ളുന്ന ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ നാവ് കൊണ്ട് ആരെങ്കിലും വിഷമിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഈശ്വരൻ ഉണ്ടാകുമോ? നിങ്ങൾ ആരെങ്കിലും വിദ്വേഷത്തോടോ പകയോടോ സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഈശ്വര ചൈതന്യമുണ്ടോ? ഈശ്വരൻ എന്ന് പറയുന്നത് കുടിയിരിക്കുന്നിടത്ത് വളരെ ശുദ്ധതയുണ്ടായിരിക്കണം. അത് കഴകം നടത്തിയ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈശ്വര ചൈതന്യമുള്ളത്. അവിടെയാണ് ഈശ്വരൻ കുടികൊള്ളുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിലും ഈശ്വരനെ പ്രതിഷ്ഠിച്ചൂടെ? ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിൽ ഏറ്റവും പ്രസക്തമായി വരുന്നത് ശരിയായ ഈശ്വരീയതയാണ്. ആ ഈശ്വരീയതയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ സാത്വികമായ ജീവിതചര്യകളാണ്. അവിടെ അസ്വാരസ്യങ്ങൾ കടന്നു വരാൻ പാടില്ല. കൂട്ടായ ചർച്ചകൾ ഉണ്ടാകണം, വിട്ടുവീഴ്ചകൾ ഉണ്ടാകണം. 4 ചുവരുകൾക്കുള്ളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? നമ്മുടെ ദേഷ്യവും കലഹവും നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നമ്മൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ? ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഞാനൊരു വൈദ്യനായതുകൊണ്ട് പറയാണ്. ഞാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശിവഗിരി കുന്നിൽ സച്ചിദാനന്ദ സ്വാമിയുടെ കീഴിൽ ദിവസങ്ങളോളം വന്നിവിടെ പ്രഭാഷണ പരമ്പരകൾ പഠിച്ചിട്ടുണ്ട്. ഈ ശിവഗിരിയുടെ ഒരു പ്രത്യേകതയും കൂടെ നിങ്ങളോട് പറയാം. ഈ മണ്ണിൽ കിടക്കുന്നവരല്ലേ, ഞാനൊക്കെ ആ പ്രഭാഷണം പഠിക്കുന്ന സമയത്ത് 3 മണിക്ക് എഴുന്നേറ്റ് 4 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ കുളികളും കഴിഞ്ഞ് നേരെ ആ മഠത്തിൻ്റെ മുകളിലേക്ക് നടന്നു പോകും. അവിടെ അലർജി ഉള്ളവനും തുമ്മലുള്ളവനും ആസ്മയുള്ളവനും ജ്വരമുള്ളവനും സോറിയാസിസ് ഉള്ളവനും ആര് ചെന്നാലും അതിനെ നെഞ്ചിലേറ്റാൻ പറ്റുന്ന കാലാവസ്ഥയുള്ള ഈ ലോകത്തിലെ ഒരേ ഒരു സ്ഥലം ശിവഗിരി കുന്നാണ്. ഒരുത്തനൊരു തുമ്മലും വരില്ല, ചീറ്റലും വരില്ല, ശ്വാസം മുട്ടലും വരില്ല, പ്രഷറും കൂടില്ല, ആസ്മയുമില്ല, അലർജിയുമില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ തീർത്ഥാടന കാലത്ത്, ശിവഗിരി തീർത്ഥാടന കാലത്ത് ഏതെങ്കിലും ഒരു വണ്ടി ആക്സിഡന്റിൽ പെട്ടത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഏതെങ്കിലും ഒരു ഭക്തന് ആക്സിഡന്റ് സംഭവിച്ചതായിട്ടോ ഹൃദയാഘാതം വന്ന് മരിച്ചതായിട്ടോ കേട്ടിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് ജനങ്ങൾ ശിവഗിരിയിലേക്ക് നിറഞ്ഞ് കവിഞ്ഞ് റോഡ് നിറഞ്ഞു വീഴുമ്പോഴും എന്തേ ഒരാൾക്ക് പോലും ഒരു അപകടം സംഭവിക്കാത്തത്? ശരിയാണോ ഇല്ലയോ ചാത്തൻ? ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്കി ഏത് തീർത്ഥാടന കേന്ദ്രങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ആറ്റിങ്ങലല്ലേ കപാലീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ആറ്റിങ്ങൽ കപാലീശ്വര ക്ഷേത്രത്തിന്റെ ചുറ്റളവിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കേ. അവിടെയുള്ള ഏതെങ്കിലും കിണറുകളിൽ ശുദ്ധമായ വെള്ളം കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, നിങ്ങൾ പറയൂ, ഉണ്ടോ ഇല്ലയോ? എവിടെയെങ്കിലും ഉണ്ടോ? കടൽ തീരത്ത് എവിടെയെങ്കിലും ഉപ്പില്ലാത്ത വെള്ളം കാണിച്ചു തരാമോ? ഉണ്ടോ ഇല്ലയോ? ഇനി വൈദ്യർക്ക് അജ്ഞതയാണെങ്കിൽ പറയണം, ഉണ്ടോ ഇല്ലയോ? എല്ലായിടത്തും കടലിന്റെ തീരത്തുള്ള കിണറുകളിലും കുളങ്ങളിലുമെല്ലാം ഒരു വെള്ളം, ഉപ്പ് വെള്ളം തന്നെയാണ്. എന്തുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന കപാലീശ്വര ക്ഷേത്രത്തിന്റെ മുറ്റത്തുള്ള ആ കൈകൾ കൊണ്ട്, തൃക്കരങ്ങൾ കൊണ്ട് വരച്ച ഒരു പാളമുങ്ങാനുള്ള വെള്ളം എന്നും ശുദ്ധമായിരിക്കുമെന്ന് പറഞ്ഞ ആ ഗണത്തിൽ മാത്രം എങ്ങനെ ഇപ്പോഴും ശുദ്ധമായ വെള്ളം നിലനിൽക്കുന്നു? കണ്ടിട്ടുള്ളവരല്ലേ നിങ്ങൾ? പോയിട്ടുള്ളവരല്ലേ നിങ്ങൾ? ആ വെള്ളം കോരി കുടിച്ചിട്ടില്ലേ? അതാ എങ്ങനെ സംഭവിക്കുന്നു എനിക്കറിയില്ല. ഈ കടപ്പുറത്ത് ഈ ഒരു കിണറ്റിൽ മാത്രം എങ്ങനെ വെള്ളം ശുദ്ധമാകുന്നു? പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒരു പയറ് നട്ട് നോക്കിക്കേ. ആ പയറ് വള്ളി എടുത്തു കഴിഞ്ഞാൽ അത് തെക്കോട്ടാണ് ആ വള്ളി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വടക്ക് ഭാഗത്ത് കൊണ്ട് ഒരു കമ്പ് കുത്തി കൊടുക്കണം.
പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ആ വള്ളി ഈ വടക്ക് ഭാഗത്തുള്ള കമ്പിൽ ചുറ്റിപ്പിടിച്ച് കയറുന്നത് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ വിചാരമിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും നമ്മളെപ്പോലുള്ള ജീവനുള്ളവയാണ്. അതിനെ മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യനാകുന്നത്. വസ്തുതാ ബോധത്തെ തിരിച്ചറിയുന്ന മനുഷ്യന് മാത്രമേ ജീവിതത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പരാജയം നമ്മളിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഒരു കൂട്ടായ ചർച്ചകളിലൂടെ അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ധനപരമായ മുന്നേറ്റമാണ് നമ്മുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായ ചെലവുകളെ നമ്മൾ അതിജീവിക്കണം. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ ഒരു കൂട്ടായ ചർച്ചകൾ തന്നെയില്ല. പണ്ടുകാലത്ത് നാമം ജപിച്ചാൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അച്ഛനും അമ്മയും മക്കൾ 5 പേരും ഉണ്ടെങ്കിൽ 5 മുറി ഉണ്ടെങ്കിൽ 5 മുറിയിലും ഒരു മൊബൈൽ ഫോൺ വെച്ച് ഓഹോ ആ വിലപ്പെട്ട സമയം കളയാണ് മനുഷ്യൻ. ഏതെങ്കിലും നേട്ടം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമോ? വിനോദം വേണ്ട എന്നല്ല വൈദ്യർ പറയുന്നത്, വിനോദമാകണം. പക്ഷേ മനുഷ്യന്റെ വിലപ്പെട്ട സമയങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് നാളെ വാർദ്ധക്യത്തിലേക്ക് കടന്ന് രോഗികളാകുമ്പോൾ തിരിച്ചാ സമയം വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. നിങ്ങളുടെ ടൈം പീസിന്റെ സെക്കൻഡ് സൂചി, 1 സെക്കൻഡിന്റെ സൂചി നീ 1 സെക്കൻഡ് ഒന്ന് നിന്ന് തരാമോ എന്ന് ചോദിച്ചാൽ നിന്ന് തരുമോ? നമ്മൾ കളയുന്ന ഓരോ നിമിഷവും ഓരോ സമയങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ നുണയുന്നതാണ്. നമ്മളെപ്പോഴും മനുഷ്യനാണെങ്കിൽ കർമ്മനിരതമായി നിൽക്കണം. കർമ്മനിരതമായി നിൽക്കാൻ പറയുന്നിടത്തും കുറേ കാര്യമുണ്ട്. ഞാനൊരു ജോലി പഠിച്ചാൽ പിന്നെ ഞാൻ ആ ജോലിയെ ചെയ്യുള്ളൂ. എനിക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ, ഒരു വരുമാനമുണ്ടെങ്കിൽ ആ വരുമാന സ്രോതസ്സിനെ ഉയർത്തുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നമ്മുടെ വീട്ടിലില്ല. എന്നാൽ നിൽക്കുന്ന വരുമാന സ്രോതസ്, എൻ്റെ വർക്ക് 4 മണി വരെ ഉള്ളു, ഇനി എനിക്ക് 8 മണി വരെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം, അടുത്ത 4 മണിക്കൂർ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് 1000 രൂപയുടെ പണിയെടുത്തില്ലേ, മാസം 30,000 രൂപ ശമ്പളമുണ്ട്, അത് മതി എന്ന് ജീവിക്കുന്നവരാണ്. ഓരോ അനുനിമിഷങ്ങളിലും നമ്മൾ കർമ്മനിരതമായി നിൽക്കാൻ ശ്രമിക്കണം. ഒരു മനുഷ്യനെ പോലും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത്. നിങ്ങൾ വിചാരിക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഏതാണ്ടൊക്കെ ആയി എന്ന് ചിന്തിക്കുന്നവര് ഉണ്ടാവാം. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, നമ്മൾ ഒരാളുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ശാപം നമ്മളിലേക്ക് തന്നെ വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം, ഒരു ദിവസം ചെയ്ത കാര്യങ്ങൾ അത്രയും ഒന്ന് വിലയിരുത്തണം. ഞാൻ കേരളത്തിലെ ഒരു പ്രശസ്തമായ മെഡിക്കൽ കോളേജിൽ, ആയുർവേദ മെഡിക്കൽ കോളേജിലെ PTA പ്രസിഡന്റാണ്. ഞാൻ അവിടെ ഡോക്ടർമാരും പ്രൊഫസർമാരും ഇരിക്കുന്ന വേദികളിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ നിങ്ങളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടാക്കിയിട്ട് അവർ ഏതോ ദൂരദേശത്ത് നിൽക്കുന്നു. നിങ്ങളുടെ രാവും പകലുമില്ലാതെ സന്ധ്യ കഴിഞ്ഞെല്ലാം പുറത്തിറങ്ങിയൊക്കെ നടന്നും ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും കൂടുതൽ കൂട്ടുകെട്ട് കൂടിയും സമയത്ത് പഠിക്കാതെ സപ്ലി മേടിച്ചൊക്കെ നടക്കുന്നു. ഓരോ വർഷവും ആ കുഞ്ഞുങ്ങൾക്ക് അടയ്ക്കാനുള്ള ഫീസ് അടുത്ത വർഷത്തേക്കുള്ളത് സംഘടിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ ഇടതുവശത്ത്, ബാപ്പയാണെങ്കിൽ ബാപ്പ ഇടതുവശത്ത്, ചേച്ചിയാണെങ്കിൽ ചേച്ചി ഇടതുവശത്ത്, വലതുവശത്ത് അച്ഛൻ, വലതുവശത്ത് അമ്മ, 2 പേരും ഇരിക്കുന്നത് സങ്കല്പിച്ചിട്ട് അവരുടെ കവിളിലേക്ക് ഒരു ഉമ്മയൊന്ന് കൊടുത്തു നോക്കണം. 10 ദിവസം ചെയ്താൽ ആ കുഞ്ഞിൻ്റെ മനസ്സുമാണ്. 10 ദിവസം. വേറെ ഒരു മോട്ടിവേഷനും ആ കുഞ്ഞിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അച്ഛനും അമ്മയും ഇടതും വലതും വശത്തുമുണ്ടെന്ന് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ആ കുഞ്ഞിൻ്റെ നെഞ്ചിലേക്ക് ഏറ്റിയാൽ ആ കുഞ്ഞ് ഒരു കാരണവശാലും വഴി തെറ്റിപ്പോവുകയില്ല. മാത്രമല്ല, ഞാൻ ആയുർവേദം പഠിച്ച കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങളെല്ലാം MBBS സ്വപ്നം കൊണ്ട് എൻട്രൻസ് എഴുതിയത് എത്ര പേരുണ്ട്? ഉടനെ 90% കുട്ടികളും കൈപൊക്കി, അതെ സാർ, ഞങ്ങൾ എൻട്രൻസ് എഴുതിയത് 2 മാർക്കിന് പോയി, 4 മാർക്കിന് പോയി, 10 മാർക്കിന് പോയി എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. കാരണം ഈശ്വരൻ പ്രകൃതിയിലേക്ക് കൊടുത്ത ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുഞ്ഞുങ്ങൾ. മറ്റുള്ള കെമിക്കൽ സംവിധാനങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് കൂട്ടിക്കൊഴിച്ചുണ്ടാവുന്നതല്ല ആയുർവേദം. ഭൂമിയിൽ മനുഷ്യന് അന്നം തന്നിട്ടുണ്ടെങ്കിൽ ഔഷധവും ഭൂമിയിൽ കൊടുത്തു. പക്ഷെ നമ്മൾക്ക് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. നമ്മൾ സംസ്കാര സമ്പന്നരായതുകൊണ്ട് നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. ഞാൻ എന്നിട്ട് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഹരിതാരം, മനയോല, ചായില്യം, തുത്ത്, തുരിശ്, രസം, പാഷാണം, അയസ്കാന്തി, കാഞ്ഞിരം തുടങ്ങിയ കൊടിയ വിഷങ്ങൾ ആര്, എവിടെ, ഏത് ശാസ്ത്രജ്ഞൻ, ഏത് കെമിക്കൽ ലബോറട്ടറിയിൽ ശുദ്ധീകരിച്ചു? കറണ്ട് കണ്ടുപിടിച്ചവരുണ്ട്, വിമാനം കണ്ടുപിടിച്ചവരുണ്ട്, ബസ് കണ്ടുപിടിച്ചവരുണ്ട്, ഓക്സിജൻ കണ്ടുപിടിച്ചവരുണ്ട്, എല്ലാം കണ്ടുപിടിച്ചവരുണ്ട്. ഈ കൊടിയ വിഷങ്ങളായ ഔഷധങ്ങളെ ആര് ശുദ്ധീകരിച്ചു? ഏത് കെമിക്കൽ ലബോറട്ടറിയിലാണ് ഇതിന് ശുദ്ധീകരിച്ചത്? അവിടെയാണ് ഋഷീശ്വരന്മാരെന്ന് പറയുന്നത്. വേദങ്ങളിലേക്ക് പോകണം.
പ്രിയമുള്ള എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രകൃതിയിൽ ഒരു വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി മാതാപിതാക്കൾ പകർന്നു തന്ന അനുഭവ സമ്പത്തിലൂടെ ജീവിതത്തെ മുന്നേറണം. ആ ജീവിതത്തെ മുന്നേറുമ്പോൾ ഈ പ്രകൃതിയിലുള്ള അത്ഭുതങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് വെള്ളപ്പാണ്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ചാത്തന്നൂരുകാരൻ എവിടെയെങ്കിലും കാട്ടിൽ കിടക്കുന്ന ആനയ്ക്ക് വെള്ളപ്പാണ്ട് കണ്ടിട്ടുണ്ടോ? കാട്ടിൽ കിടക്കുന്ന ആനയ്ക്കല്ല, കാട്ടിൽ വളർത്തുന്ന ഏതെങ്കിലും ജന്തുജീവജാലങ്ങളിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോകുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയ്ക്കും പട്ടിക്കും നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയും അജീർണങ്ങളായതും വളിച്ചതും പുളിച്ചതും വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടു കൊടുത്താലും ഇത് കഴിച്ച് പൂച്ചയുടെയോ പട്ടിയുടെയോ വയറ് നാശമായാൽ അവർ വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക് ഓടുന്നുണ്ടോ? നമ്മൾക്ക് മാത്രം ഒരു ജലദോഷം വന്നാൽ, ഒരു തുമ്മൽ വന്നാൽ ഉടൻ നമ്മൾ ആശുപത്രിയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു നീണ്ട ലിസ്റ്റ് പരിശോധന ചെയ്ത് നമ്മളിലേക്ക് തരും. അത് കഴിഞ്ഞ് വന്ന് പേടിച്ചുള്ള ജീവിതമാണ്. ചോറ് കഴിക്കാതെ, ഗോതമ്പ് കഴിക്കാതെ, നടക്കാതെ, ഇരിക്കാതെ, കിടക്കാതെ ഞാൻ രോഗിയായി എന്ന് പറഞ്ഞ് ജീവിച്ചു തീർക്കുന്ന ഒരു സമൂഹം നമ്മൾക്കിടയിലേക്ക് ആണോ അല്ലയോ? ഒരു വർഷത്തിൽ ഒരു 30-ലധികം ഡോക്ടർമാർ അമേരിക്കയിൽ നിന്ന് വരുന്നൊരു സ്ഥാപനമാണ് എൻ്റേത്. ഇപ്പോഴും അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതിൽ 4 റൂമുകളിലും നഴ്സുമാരാണ്. അത് വിദേശത്തുള്ള നഴ്സുമാരാണ്. എന്താണ് ഇത്തരത്തിലുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഒരു വൈദ്യൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വരുന്നത്? അവർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, രോഗികളല്ലാത്തൊരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. നമ്മൾ മാത്രം ഏതെങ്കിലും ഒരു രോഗങ്ങളായിട്ട് ആശുപത്രിയിൽ ചെന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഔഷധങ്ങളുമായിട്ട് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നാലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. എനിക്ക് എങ്ങനെയാണ് ഈ രോഗം വന്നത്? പ്രഷർ വന്നത് എങ്ങനെയാണ്? കൊളസ്ട്രോൾ വന്നത് എങ്ങനെയാണ്? ഷുഗർ വന്നത് എങ്ങനെയാണ്? യൂറിക് ആസിഡ് ഉണ്ടായത് എങ്ങനെയാണ് എന്ന് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമോ? അത് നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ വിളിച്ചിരുത്തി, അവിടെ ഇരിക്കൂ രാധികെ, നിനക്ക് എന്ന് മുതലാണ് യൂറിക് ആസിഡ് ഉണ്ടായത്? അത് മുഴുവൻ ഇരുന്ന് 1 മണിക്കൂർ ഇതുണ്ടാകാനുള്ള കാരണവും റീസണും ഒക്കെ 1 മണിക്കൂർ എടുത്ത് നമ്മൾക്ക് പറഞ്ഞു തരുമോ? ഒരിക്കലും പറഞ്ഞു തരില്ല. നമ്മൾ എന്ത് ചെയ്യണം? ജീവിതശൈലി രോഗങ്ങൾക്ക് മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുക മാത്രമാണ്. നമ്മൾക്ക് പരാജയം നുണയുന്നിടത്ത് എപ്പോഴെങ്കിലും നമ്മൾ എവിടെയാണ് പരാജയം സംഭവിച്ചതെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കാറുണ്ടോ? നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ നമ്മൾ ആ തെറ്റിനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ആകുന്നത്. നമ്മൾക്ക് തെറ്റുപറ്റിയാൽ നമ്മൾ എവിടെയും ചെയ്യുന്നത് നമ്മുടെ തെറ്റിനെ നമ്മൾ അംഗീകരിക്കാതെ മറ്റുള്ളിടത്ത് നമ്മൾ വിമർശനം ഉന്നയിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ശരിയാണോ അല്ലയോ? എപ്പോഴെങ്കിലും നമ്മൾ നമ്മളിലേക്ക് നോക്കി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നിടത്ത് ആ തെറ്റ് തിരുത്താൻ നമ്മൾക്ക് സാധിക്കണം. നമ്മൾക്കൊരു കൊളസ്ട്രോൾ വന്നാൽ മരുന്ന് കഴിച്ച് കൊളസ്ട്രോളിനെ മാറ്റാൻ പറ്റുമോ? ആർക്കെങ്കിലും? മരുന്ന് കഴിച്ച് മാറ്റിയാൽ പിന്നെയും കൊളസ്ട്രോൾ വരും. ഇപ്പോൾ ആരുടെ ഇന്റേണൽ ഓർഗൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പറയുന്നതാണ് ലിവർ, ഫാറ്റി ലിവർ, 2nd ഗ്രേഡ്, 3rd ഗ്രേഡ്, എൻ്റെ 4th ഗ്രേഡായി വൈദ്യരെ. ഫാറ്റി ലിവർ 4th ഗ്രേഡായി, ജീവിതം മുരടിച്ചു, വഴി തെറ്റി, വീട്ടിൽ വന്ന് കരഞ്ഞിരിക്കുകയാണ് ഗുളികയായിട്ട്. എന്താണ് ഫാറ്റി ലിവർ എന്ന് വ്യക്തമായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ഒരു 120 ദിവസം നിങ്ങളുടെ ശരീരത്തിലേക്ക് മധുരം കടത്തിവിടാതെ ഓയിലി ഫുഡുകളും ഫാറ്റി ഫുഡുകളും വറുത്തതും പൊരിച്ചതും കരിച്ചതും അൽഫാം കുഴിമന്തിയും അമേരിക്കൻ മന്തിയും ഒക്കെ മാറ്റിയാൽ മതി. 120 ദിവസം നിങ്ങൾ പണിയെടുത്ത് 1 മണിക്കൂർ രാവിലെയും വൈകിട്ടും നടന്നാൽ നിങ്ങളുടെ ബോഡിയിലുള്ള എത്ര കലോറിയാണോ ഡെപ്പോസിറ്റ് ഉള്ളത്, ആ ഡെപ്പോസിറ്റ് കലോറികൾ കംപ്ലീറ്റ് സെയിലാകും. ബോഡിയിലുള്ളത് തീർന്നു കഴിഞ്ഞാൽ നേരെ ശരീരം ഓർഗൻസിലേക്ക് പോകും. അവിടെ നിന്ന് ലിവറിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ലിവറിലുള്ളത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 120 150 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഫ്രീ ആയി. നിങ്ങളുടെ കൊളസ്ട്രോൾ പോയി, നിങ്ങളുടെ യൂറിക് ആസിഡ് പോയി, നിങ്ങളുടെ ഫാറ്റി ലിവർ പോയി. ചെയ്യുമോ നമ്മൾ? മീൻ ഒഴിവാക്കാനും അൽഫാം കുഴിമന്തിയോ നടക്കണ കാര്യമല്ല. പഥ്യമുള്ള മരുന്ന് വൈദ്യരെ, പഥ്യം ഇല്ലാത്തത് വല്ലതും ഉണ്ടോ? കഷായൊന്നും വേണ്ട, വല്ല ഗുളിക വല്ലതും തരാവോ? അല്ല വൈദ്യരെ, തേക്കാൻ വല്ലതും കൊണ്ട് പറ്റുമോ? അത് പറ്റില്ല. അല്ല, ഇച്ചിരി മീൻ കൂട്ടാവോ? കൊല്ലത്തുനിന്ന് വന്നവരെ എന്നോട് ചോദിച്ചവരോട് ഇരിപ്പുണ്ട്, ഇച്ചിരി മീൻ കൂട്ടാവോ? ഇറച്ചി ഒരു കഷ്ണം കഴിക്കാവോ? ചോദിക്കുന്ന ആൾക്കാരാണ്. അവനവന് 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സാകുമ്പോൾ മഹാരോഗങ്ങൾക്ക് അടിമയായിട്ട് അവൻ്റെ ജീവിത സുഖങ്ങളിലെ അല്പമൊന്നും മാറ്റിവെക്കാൻ അവന് സാധിക്കുന്നില്ല. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്, അവർ ജീവിച്ച് പഠിച്ച് വളർന്നു വലുതായി വരികയാണ്. എനിക്ക് അവരുടെ ജീവിതം കാണണം. എൻ്റെ മക്കൾ പഠിച്ചൊരു ജോലിയിലെത്തണം, അവർ വിവാഹം കഴിക്കണം, അവർക്ക് കൊച്ചു മക്കളുണ്ടാവണം. എനിക്കത് കൺകുളിരെ കണ്ടിട്ട് ഈ മണ്ണിൽ നിന്ന് പോകണം. ഞാൻ എന്ത് ചെയ്യണം? ചിന്തിക്കുന്നവരുണ്ടോ ആരെങ്കിലും? ഇന്ന് ചാത്തന്നൂർ SNDP യൂണിയന്റെ ഓഡിറ്റോറിയത്തിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് വന്ന വൈദ്യർ എന്തെല്ലാം പറഞ്ഞാലും കൊള്ളാം, ഇവിടെ നിന്ന് കേട്ട് രോമമൊക്കെ എഴുന്നേറ്റ് നിന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ആ ഇളം കാറ്റടിച്ചു കഴിയുമ്പോൾ ആ കാറ്റ് ഇവിടെയാണ് അടിക്കുന്നത്, ഇതിലെ കൂടെ ഇപ്പുറത്ത് പോകും എന്നുള്ളത് കാര്യം എനിക്കറിയാം.
ഞാൻ 38 വർഷം വൈദ്യവൃത്തിയിലുള്ള ഒരു വൈദ്യൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു പൊതുസമൂഹത്തിൽ 10 പേര് ഇരിക്കുന്നിടത്ത് വന്നിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതം മാറണം, നമ്മുടെ മാതാപിതാക്കളിലേക്ക് പോകണം, നമ്മുടെ ജീവിത ശൈലികൾ മാറ്റണം. കേരളത്തിൽ മാത്രമാണ് അൽഫാമും കുഴിമന്തിക്കടകളും, കേരളത്തിൽ മാത്രമാണ് അമ്മായിയമ്മയുടെ പുട്ടുകട, അപ്പച്ചൻ്റെ ദോശക്കട, ഇഡ്ഡലിക്കട, നൈറ്റ് കട, രാത്രി കട, മുഴുവൻ കടകളാണ്. കേരളത്തിലുള്ള പോലെ ഹോട്ടലുകളും ബേക്കറികളും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കാണിച്ചു തരാമോ? കർണാടകത്തിലോ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും അൽഫാം കുഴിമന്തിക്കട കാണിച്ചു തരാമോ? കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇത്രയും ആശുപത്രികൾ കാണിച്ചു തരാമോ? ഓരോ പോസ്റ്റിന്റെ ചുവട്ടിലും മൾട്ടിനാഷണൽ ഹോസ്പിറ്റലുകൾ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? വികസനമാണ് വൈദ്യരെ, ഇതൊക്കെ കേരളത്തിന്റെ വികസനം. ജയിലുകൾ നിറഞ്ഞു. പോലീസുകാർ 6 പോലീസുകാർ 66 പോലീസുകാരായി സ്റ്റേഷനിൽ. ഒരു ഞരമ്പ് പോലെ ഇരുന്നൊരു SI ഉണ്ടായിരുന്നെങ്കിൽ 12 ഞരമ്പൻ തടിയന്മാരായ SIമാരെ മാറി. ഇഷ്ടം പോലെ പോലീസുകാരും SIമാരും കോടതികളും വക്കീലന്മാരും പെരുകി, ആശുപത്രികൾ പെരുകി. ഇതെല്ലാം കേരളത്തിന്റെ വികസനമാണ്. നമ്മൾ രാവിലെ തെരുവിലേക്ക് ഇറങ്ങിയാൽ നമ്മളെ വീക്ഷിക്കുന്നവരുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികൾ അവർ നമ്മുടെ മുന്നിലേക്ക് നീക്കി വെക്കുന്ന ഓരോരോ ഭക്ഷണങ്ങൾ, ഓരോരോ സംവിധാനങ്ങൾ. ഫോൺ എടുക്കുക, 9 അമർത്തിയാൽ മതി, വീട്ടിൽ വരും സാധനം, ഭക്ഷണം. ഇപ്പൊ വീടുകളിലുള്ള പാത്രങ്ങളിലൊന്നും ജലത്തിന്റെ നനവുകളില്ല. ഇനി അഥവാ നനയുന്നുണ്ടെങ്കിൽ തന്നെ ഉച്ചയ്ക്ക് മാത്രമേ നനയുള്ളൂ, വൈകിട്ട് പാത്രം കഴുകേണ്ടി വരില്ല. ഉച്ചയ്ക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് വൈകിട്ട് ഒരു ഫോൺ കോൾ വിളിക്കും, ചേട്ടൻ പോരുകയല്ലേ, ഇന്നെനിക്ക് വയ്യ, എങ്കിലും കൊണ്ടുപോരൂ. ഇത് കേൾക്കാൻ താമസം. ചേട്ടൻ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരും. ചേട്ടൻ 2 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി വരുമ്പോൾ തന്നെ ഗ്ലാസ് താത്തിട്ടിരിക്കുകയാണെങ്കിൽ മണം നേരെ വീടിനകത്തേക്ക് തുളച്ചു കയറും. എല്ലാവരും കൂടെ വാരി വലിച്ചു തിന്ന് ഏമ്പക്കം ഇട്ട് 11 മണിക്ക് കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ സുഖമായിട്ട് ഇളം തണുപ്പടിച്ച് കിടന്നുറങ്ങേണ്ടവൻ റോഡിൽ കൂടി കൈകാലിട്ട് വീശി നടക്കുകയാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ, യൂറിക് ആസിഡ് കുറയ്ക്കാൻ. മുട്ടുവഴങ്ങുന്നില്ല, നടുവഴങ്ങുന്നില്ല. ലംബാർ ഏരിയയിൽ L2, L3, L4, L5 ബഡ്ജാണ്. അതുകൊണ്ട് ഉടനടി ഓപ്പറേഷൻ വേണം. എന്നാലും പണിയെടുക്കില്ല. ഒരു കാന്താരി ചീനി കുഴിച്ചു വെക്കത്തില്ല. മുറ്റത്ത് ചെടി നട്ടാലടി, ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലേടി, ഉടനെ ആജ്ഞാപിക്കുകയാണ്. എന്നാൽ 1 കപ്പ് വെള്ളം എടുത്തണ്ട, ഒഴിക്കാൻ നോക്കിയല്ല. ഞായറാഴ്ച ഒരു ദിവസം അവധിയാണെങ്കിൽ ഇന്ന് അവധിയാണ്. എൻ്റെ ശരീരത്തിൽ ഈ ശനിയാഴ്ച വരെ കൊടുത്തിരിക്കുന്ന സാധനം ഡെപ്പോസിറ്റ് ആണ്. ഇതൊന്ന് സെയിലാക്കിയേക്കാം, ഒന്ന് പറമ്പിലൂടെ ഇറങ്ങി നടക്കാം, വീട്ടിൽ കിടക്കുന്ന വണ്ടി ഒന്ന് കഴുകിയിട്ടേക്കാം, പോർച്ചൊന്ന് അടിച്ചു വാരി ഇട്ടേക്കാം, കട്ടിലിനടിയിൽ കിടക്കുന്ന മെത്ത പോലെ കിടക്കുന്ന മുടി ഒന്ന് വലിച്ചെടുക്കാം. ശ്രമിക്കുമോ നമ്മൾ? ശരീരം ഒരു പണിയെടുക്കും. 6 മണിക്കൂർ ഡോക്ടറെ കാണാൻ 15 ദിവസം മുമ്പ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അവിടെ പോയി ഞെളിഞ്ഞിരിക്കും. ടെസ്റ്റ് റിപ്പോർട്ടും MRIയും ECGയും സ്കാനിങ്ങുമായിട്ട് ഒരടുക്ക് പിള്ളേരെ എടുത്ത് നെഞ്ചത്ത് വെച്ചിരിക്കുന്നത് പോലെ ഈ സ്കാനിങ് റിപ്പോർട്ടും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഡോക്ടറെ ചെല്ലാൻ പോകുന്നൊരു കാഴ്ചയുണ്ട്. എന്നാലും അവനവൻ്റെ വീട്ടിലെ തറയടിക്കില്ല, തുടക്കില്ല, പാത്രം കഴുകില്ല, നടക്കില്ല, ഭക്ഷണ നിയന്ത്രണമില്ല, നല്ല ശബ്ദങ്ങളും നല്ല സംസാരങ്ങളുമില്ല. മനസ്സിലൊരു സന്തോഷം കൊടുക്കുന്നുണ്ടോ കുടുംബങ്ങളിൽ? ഒരു പാട്ട് പാടേണ്ട സ്ഥലം അവനവൻ്റെ കുടുംബമാണ്. ഒരു ഡാൻസ് കളിക്കേണ്ട സ്ഥലം അവനവൻ്റെ വീട്ടിലാണ്. ഒരു ഡപ്പാങ്കൂത്ത് കളിക്കേണ്ട സ്ഥലം അവനവൻ്റെ വീട്ടിലാണ്. എത്ര വീട്ടിൽ മസല് പിടിച്ചൊരു ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും വിളിച്ചാൽ, ഇപ്പം മുത്തശ്ശിനെ വിളിച്ചാലും കാരണം മുത്തശ്ശിയുടെ കയ്യിൽ ഇരിക്കുകയാണ് ഈ സാധനം. പ്രിയമുള്ളവരെ, ഒരു വൈദ്യൻ എന്താണ് ഇങ്ങനെ നെഞ്ചിനോട് ചേർത്ത് പറയുന്നറിയാമോ? ഓരോ ദിവസവും ഓരോ വൈദ്യന്റെ മുന്നിലേക്ക് വരുന്ന, കൺസൾട്ടിങ്ങിന് വരുന്ന പേഷ്യൻസിന്റെ ദുരവസ്ഥകൾ. 8 പ്രാവശ്യവും 10 പ്രാവശ്യവും കീമോ ചെയ്ത് 12 പ്രാവശ്യം റേഡിയേഷൻ നടത്തിയിട്ടും ശരീരം വികൃതാവസ്ഥയിൽ നിൽക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. നമ്മുടെ അനാവശ്യമായ ജീവിത ശൈലികൾ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടിയാൽ വെറുതെ ഒന്ന് കമ്പംമെട്ട് വഴി ഒന്ന് ചുമ്മാ ബാംഗ്ലൂർക്ക് ഒന്ന് യാത്ര ചെയ്ത് നോക്കണം. ഒരു നോൺ വെജ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 50 കിലോമീറ്റർ നടന്നാൽ കാണില്ല ഒരു നോൺ വെജിൻ്റെ ഏതെങ്കിലും ഒരു കട കാണാൻ. അവിടെയൊക്കെ വെജിറ്റേറിയൻ ഫുഡാണ്. അവരൊക്കെ രാവിലെ എഴുന്നേറ്റാൽ പണിയെടുക്കും. അവർക്ക് എഴുന്നേൽക്കുന്നതിനൊരു സമയമുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഹിന്ദിക്കാരെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി നിൽക്കുന്നത്? കൊളസ്ട്രോൾ കുറയ്ക്കാനും യൂറിക് ആസിഡ് കുറയ്ക്കാനും ഡിസ്ക് ബഡ്ജ എന്ന് പറഞ്ഞ് ഹിന്ദിക്കാരെ കണ്ടിട്ടുണ്ടോ? എന്നാൽ കേരളം മുഴുവൻ ഹിന്ദിക്കാരല്ലേ? എന്താണ് അവർ കഴിക്കുന്നത്? വെള്ളരിച്ചോറാണ്. അവർ മഞ്ഞൾപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർ ഉള്ളിയും സവോളയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ മേടിച്ചിട്ട് വരുന്ന ചിക്കൻ്റെ ബാക്കിയുള്ള കാലാണ് അവർ കഴിക്കുന്നത്. അവർക്ക് കാല് മാത്രം മതി. നമുക്കാണ് ആ മാംസമുള്ളത് വേണ്ടത്. കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ആശുപത്രിയിൽ ഹിന്ദിക്കാർ ക്യൂ നിൽക്കുന്നത്?
അവർ പണിയെടുക്കുന്നവരാണ്, നമ്മൾ അനങ്ങില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, നിങ്ങളുടെ വീട്ടിലുള്ള വണ്ടിക്ക് 50 ലിറ്റർ പെട്രോൾ ഒഴിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയിലേക്ക് 50 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് ഓടിക്കാതിരുന്നാൽ എന്ത് പറ്റും? പിന്നെ ഒഴിക്കാൻ പറ്റുമോ ചേട്ടാ പെട്രോൾ? ഓവർഫ്ലോ ആകില്ലേ? വണ്ടി ഓടിയാലല്ലേ പെട്രോൾ തീരുള്ളൂ. ഇത്രയും സാധനം കടത്തി വിട്ടിട്ട് അനങ്ങാതെ കുട്ടിത്തേവാങ്ങി ഇരിക്കുന്ന പോലെ സെറ്റിയെ കയറി 2 കാലും കുന്തക്കാരെ ഇരുന്നിട്ട് ഈ ഫോൺ എടുത്ത് തെറ്റിച്ച് ചൂണ്ടുവരലും തള്ളവരലും മുഴുവൻ തഴമ്പും പിടിച്ചിരിക്കുന്നതല്ലാതെ ശരീരം അനങ്ങി ഒരു പണിയെടുക്കില്ല. പറ്റുന്നുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ തന്നെയും ഏതൊക്കെയാണ് അമ്മ വിളമ്പി വെക്കുന്നതെന്ന് അറിയില്ല. ഫോണിൽ നോക്കിക്കൊണ്ട് ഒറ്റ കൈയുണ്ട്, ഇടത്ത് കൈയുണ്ട് തെറ്റാനും പഠിപ്പിച്ചു. അതെന്നതാണ് കൊണ്ട് വിളമ്പി വെച്ചോളൂ. ഇനി പാറ്റ വറുത്തണ്ട കൊടുത്താലും ആ പാറ്റ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അവന് തന്നെ അറിയില്ല പാറ്റയാണോ പല്ലിയാണോ, അവൻ എന്താണ്, അവൻ്റെ രുചി നാവിൽ ശ്രദ്ധിക്കാൻ അവന് സമയമില്ല. അവൻ എപ്പോഴും ഈ തെറ്റീരാണ്. ഈ തെറ്റിച്ച് കുറെ കഴിയുമ്പോൾ അവൻ 26-28 വയസ്സാകുമ്പോൾ അവനൊരു പെണ്ണിനെയും കെട്ടിച്ച് കയ്യിലോട്ട് കൊടുക്കും. അന്നേരമാണ് ഈ തെറ്റീരിൻ്റെ ഗുണം അറിയുന്നത്. 9 മാസം കഴിയുമ്പോഴത്തേക്ക് പെണ്ണ് പിന്നെ വഴക്കിടാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് ഈ തെറ്റിച്ച കൈയിടത്തുള്ള തഴമ്പിൻ്റെ സുഖം അറിയുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ തെരുവിലേക്ക് ഇറങ്ങും, എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തുടങ്ങും. എന്നാലും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കില്ല. പഠിക്കേണ്ട കാലത്ത് പഠിക്കണം മക്കളെ എന്ന് അച്ഛനമ്മമാര് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഉൾക്കാഴ്ചയില്ലാതെ മക്കൾ അച്ഛനെയും അമ്മയും എപ്പോഴും പഠിത്തം മാത്രം മതിയോ, ഒരു സമാധാനം തരുന്നില്ലേ? ഈ സമാധാനം തരുന്നത് അവനോട് ചോദിക്കുന്ന ഒരു കാലഘട്ടം വരും. അവൻ വിവാഹം ചെയ്ത് അവന് മക്കളുണ്ടായി കഴിയുമ്പോൾ ഇതേ ശബ്ദം അശരീരി അവിടെ കേൾക്കും. അന്ന് മനസ്സിലാകും അച്ഛൻ്റെ ശബ്ദം എന്തായിരുന്നു, അമ്മയുടെ ശബ്ദം എന്തായിരുന്നെന്ന് അന്ന് മനസ്സിലാകും. പ്രിയമുള്ളവരെ, ഇന്ന് ഈ SNDP യൂണിയൻ്റെ ഹാളിൽ കൂടിയിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. വൈദ്യർ പറയുന്നത്, ഒരു വൈദ്യൻ 38 വർഷമായി വൈദ്യവൃത്തിയിലുള്ള ഒരു വൈദ്യൻ എന്ന് പറയുന്ന ഒരാള് 12 വർഷം 9 മാസം ഗുരുകുല സമ്പ്രദായത്തിൽ വിദ്യ അഭ്യസിച്ചിട്ട് ഔഷധങ്ങളെയും ചികിത്സകളെയും അപഗ്രഥിച്ച് എൻ്റെ 2 സ്ഥാപനത്തിലും ഡോക്ടർമാരുണ്ട്. ഞാൻ അജ്ഞതയുണ്ടെങ്കിൽ എൻ്റെ അജ്ഞത നീർക്കുന്നത് ഡോക്ടർമാരാണ്. അവരുടെയും ഒക്കെ മുന്നിൽ വെച്ച് ഇത്രയധികം സെലിബ്രിറ്റികൾ, മുഖ്യമന്ത്രി തൊട്ട് നിരവധി മന്ത്രിമാർ, പോലീസ് അധികാരികൾ, ജഡ്ജിമാരെ തൊട്ട് ഇഷ്ടം പോലെ ആൾക്കാരെ ചികിത്സിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. ഗാനഗന്ധർവനായ യേശുദാസിനെ പോലും ചികിത്സിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ നിങ്ങളോട് കൈയെടുത്ത് കുമ്പി പറയാണ്, ഔഷധങ്ങൾ കൊണ്ട് രോഗങ്ങളെ ശമിപ്പിക്കാൻ ഒരു പരിധിവരെ സാധിക്കും. നിങ്ങൾക്ക് ഏത് രോഗങ്ങളെയും ക്യൂർ ചെയ്യാൻ നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ മതി. നിങ്ങൾ സന്തോഷം കണ്ടെത്തിയാൽ മതി. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാത്വികമായ ഒരു ചിന്തകളും സന്തോഷങ്ങളും കടന്നു വരണം. സന്തോഷം ആര് കൊണ്ടുത്തരും? പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുമോ? സന്തോഷം അടുത്ത വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുത്തരുമോ? പണ്ട് കാലത്താണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ അയൽക്കാരോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ബന്ധുക്കാരോ അമ്മാവനോ അനന്തരക്കാരനോ കേട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്താടാ ഗോപാല, നീ നിന്റെ കൊച്ചിനെ പഠിച്ചിട്ട് എന്താടാ എങ്ങും വിടാതെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. ഇന്ന് ചോദിക്കില്ല. ഇന്ന് ഗോപാലന്റെ കൊച്ചു 10 മാർക്ക് കൂടുതൽ മേടിച്ച് നല്ലൊരു വീട്ടിൽ കല്യാണം കഴിച്ചയച്ചു കഴിഞ്ഞാൽ ഗോപാലന് 10 ശത്രുക്കൾ ഉറപ്പാണ്. ഗോപാലൻ നല്ലൊരു വണ്ടി മേടിച്ചാൽ ഉറപ്പായിട്ടും ശത്രു ഉണ്ടാവും. ഗോപാലൻ ഒരു നില വീട് കൂടുതൽ വെച്ചാൽ അവിടെ ശത്രു ഉണ്ടാവും. ഗോപാലൻ മുറ്റത്തൂടെ കിണുക്കി 2 നല്ല ഒന്നാന്തരം ഐഫോണിന്റെ വാച്ചും കെട്ടി ഒരു മൊബൈൽ ഫോണും കൈ പിടിച്ചു ശത്രുക്കൾ ഉണ്ടാവും. ദാരിദ്ര്യമുള്ളിടത്ത് ശത്രുക്കളില്ല, ഭൗതിക സൗകര്യം ഉയരുന്നിടത്ത് ശത്രുക്കൾ ഉണ്ടാവുന്നുണ്ട്. എന്നാലും നമ്മൾ പഠിക്കില്ല. നമ്മൾക്ക് എന്തെങ്കിലും ശത്രുക്കൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വെച്ച് പിടിക്കും. ചോറ്റാനിക്കരയ്ക്ക് കീഴ്ക്കാവിൽ പോയി ഗുരുതി കഴിക്കാൻ. അമ്മേ, മഹാമായേ, തായേ, അവൾ എങ്ങനെയെങ്കിലും ഒടുങ്ങിപ്പോണേ, ഇതാ ഇരിക്കുന്ന ഗുരുത്തോലയും ഗുരുതി എല്ലാം കൂടെ. ഇനി അവിടെ പോയിട്ട് 3 മാസം നോക്കിയിട്ട് ചോറ്റാനിക്കരമ്മയുടെ ഒരനുഗ്രഹവും കിട്ടിയില്ലെങ്കിൽ നേരെ വേറെ ഇടത് സൈഡിലോട്ട് പിടിക്കും. അവിടെ പോയി കുറച്ച് കോഴിയുടെ രോമം തലയും എല്ലാം കൂടെ കുപ്പിടത്താക്കി 4 മൂലയ്ക്ക് കുഴിച്ചിട്ട് കുറെ ചരടുമൊക്കെ കയ്യെ കെട്ടി ഇപ്പം തന്നെ അവൾ നശിച്ചു പോകും. ദൈവത്തിന്റെ അർത്ഥം എന്താണ്? ഗുരുവിന്റെ അർത്ഥം തന്നെയാണ് ഈശ്വരന്. പ്രകാശം പരത്തുന്നവന് പ്രകാശം പരത്താനേ അറിയാവുള്ളൂ, നിഗ്രഹിക്കാൻ അറിയില്ല, ആരെയും ദ്രോഹിക്കില്ല. കർമ്മം ചെയ്താൽ അതിന്റെ ഫലം കിട്ടുന്നതാണ് ഈശ്വരൻ. ആണോ അല്ലയോ? അത് അമ്പലത്തിൽ കൊണ്ട് നേർച്ചയിട്ടാൽ എൻ്റെ മോള് 10ാം ക്ലാസ് ജയിക്കുമോ? മോള് പഠിച്ചാൽ 10ാം ക്ലാസ് ജയിക്കും. പണിയെടുത്താലേ കൂലി നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഈശ്വരന് സഹായിക്കാൻ പറ്റുന്നത് എന്താണ്? ദൈവത്തിന് സഹായിക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മൾ കർമ്മനിരതമായിരിക്കുമ്പോൾ ഈശ്വരൻ കാണുന്നു. രാവും പകലുമില്ലാതെ പണിയെടുക്കുന്നു. നന്നായി ആ കുഞ്ഞ് പഠിക്കുന്നു. അവന്റെ ഓർമ്മയിൽ തെളിച്ചമുണ്ടാകണേ എന്നുള്ള ഒരു പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും.
അവനവന്റെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് 5 തിരികിട്ട് കത്തിച്ച് 2 തിരികിട്ട് കത്തിച്ചിട്ട് ആ കത്തിച്ച് വെച്ച് വിളക്കിന്റെ മുമ്പിൽ നിന്ന് നേരെ വൈകിട്ട് വന്ന് ക്ഷേമനിധിയിൽ പൈസയും അടച്ചിട്ട് നിന്നാടിക്കൊടഞ്ഞു നിന്നാൽ അവിടെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ഈശ്വര ചൈതന്യമുണ്ട്. ഏതെങ്കിലും ഒരു കുടുംബം ഗതി പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്താണ് അതിന് കാരണം? നമ്മുടെ ഭവനങ്ങളിൽ ഈശ്വരീയത കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ശരീരത്തിൽ ഈശ്വരീയത കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഈശ്വരീയത കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉണർത്താനും ഉയർത്താനും സാധിക്കുകയുള്ളൂ. പലരും നമ്മളിലെ ഈശ്വരീയത നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളിലെ ഈശ്വരീയത നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ കഴിവുകൾക്ക് കിട്ടുന്ന അംഗീകാരമാണ്. നമ്മുടെ കഴിവുകൾക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരോ കർമ്മം ചെയ്യുമ്പോൾ, ഇപ്പം ഞാനൊരു വൈദ്യനാണെങ്കിൽ ഒരു രോഗിക്ക് ഔഷധം കൊടുത്താൽ ആ രോഗിക്ക് പെട്ടെന്ന് ഫലശ്രുതി ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്. ഈ രോഗിക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. നമ്മൾക്ക് എന്തെല്ലാം ജീവിതത്തിൽ ഉയർച്ചകൾ വന്നാലും നമ്മൾ അവിടെ തിരിഞ്ഞു നോക്കാറില്ല. ഉയർച്ചകൾ വന്നാൽ നമ്മൾ ഈശ്വരനോട് നന്ദി പ്രകാശിപ്പിക്കാറില്ല. അതെല്ലാം നമ്മുടെ കഴിവുകളായിട്ടാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. നമ്മളിൽ എളിമ എന്ന് പറയുന്നത് ഇന്നുവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. ഒരിക്കലും എളിമയില്ലാത്ത മനുഷ്യന്റെ മനസ്സുകളായി മാറി നമ്മളെല്ലാവരും. ആ എളിമയില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരീയ ചൈതന്യം നിറയ്ക്കാൻ നമ്മൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സ്വഭാവ രീതികളിൽ നമ്മൾ കുറച്ച് വിധി മാറ്റി എഴുതണം. നമ്മൾ ചിലതിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു വരണം. പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അവിടെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടായാൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് ഉയർച്ചയുണ്ടാകുമ്പോൾ അത് നമ്മളുടെ മാത്രം കാര്യമാണ്. വേറെ ആർക്കും അതിൻ്റെ ആ സാധ്യതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതം കുറച്ച് കാലം ഈ ഭൂമിയിലുണ്ടെങ്കിലും മൺമറയുന്നതിന് മുൻപ് 10 ദിവസമെങ്കിലും നമ്മുടെ നാമധേയം ഈ ഭൂമിയിൽ നിൽക്കണം. ആ 10 ദിവസം നമ്മുടെ നാമധേയം ഈ ഭൂമിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടി വരും. ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോ ഒക്കെ ആകാം. ഒരു തലോടൽ മതി, അല്ലെങ്കിൽ ഒരു വാക്ക് മതി. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നത് ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെന്റുമില്ല. വിധേയത്വം എന്ന് പറയുന്നതില്ല. മാതാപിതാക്കളോടുമില്ല, മക്കളോടുമില്ല, ചുറ്റുപാടുകളോടുമില്ല. ആ വിധേയത്വം ഇല്ലാത്ത തലങ്ങളിലാണ് നമ്മുടെ ജീവിതങ്ങളിൽ എന്തെങ്കിലും നെഗറ്റീവ് സൈഡുകൾ വന്നാൽ അവിടെ നമ്മൾ പരാജയം നുണയുന്നത്. അതുകൊണ്ടാണ് വിധേയത്വമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ആശ്വാസ കേന്ദ്രമുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ പറയാൻ ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരും. ഇതൊന്നും നമ്മൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എവിടെയാണ് നമ്മൾക്ക് പരാജയം വരുന്നതെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മുടെ നാവ് തന്നെയാണ് അതിനുള്ളൊരു കാരണക്കാരൻ. ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് കടന്നു ചെന്നാലും നമ്മളുടെ ശബ്ദങ്ങൾ കൊണ്ട് ആ ഓഫീസിനെ അല്ലെങ്കിൽ അവിടുത്തെ അധികാരികളെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. പക്ഷെ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ നിറയ്ക്കുന്ന നമ്മുടെ ശബ്ദത്തിന് തീക്ഷ്ണമായ സ്വരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൽ എനിക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ളത്, കുടുംബ ജീവിതത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് വിട്ടുവീഴ്ചകളാണ്. ആരോഗ്യകരമായ ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കാതെ വന്നാൽ, നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നാൽ അവിടെ ഉറപ്പായിട്ടും നമ്മൾ മനുഷ്യനല്ലാതെ ആകുന്നുണ്ട്. പലപ്പോഴും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് വൈദ്യർ ഇത്രയും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ആൾക്കാർ ചോദിക്കുന്നതിന് ഒരു മറുപടി കൊടുക്കാത്തത്? സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു മറുപടി കൊടുക്കാത്തത് എന്താണ്? വൈദ്യരുടെ മരുന്ന് കൊടുക്കാത്തത് എന്താണ്? വൈദ്യർക്ക് ഇത്രയും 33 ലക്ഷം ആൾക്കാർ വൈദ്യരെ കേൾക്കുന്നില്ലേ? വൈദ്യരുടെ മെഡിസിൻസ് ചോദിക്കുന്നവർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഞാൻ അവരോട് പറയുന്ന മറുപടി, നിങ്ങൾ ഇടുക്കിയിലേക്ക് വരണം. ആ ഇടുക്കിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ മരുന്നുകൾക്ക് മറുപടി തരാത്തത്. വൈദ്യരുടെ ചവനപ്രാശം ചോദിച്ചാലും ഹെയർ ഓയിൽ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും വൈദ്യർക്ക് മറുപടിയില്ല. ഇത്രയും ലക്ഷം ആൾക്കാർ കണ്ടിട്ട് എന്തുകൊണ്ട് മറുപടി കൊടുത്തുകൂടാ? അതിനുള്ള ഒരേ ഒരു ഉത്തരം എന്താണെന്ന് അറിയാമോ? ഒരു ദിവസം നിങ്ങൾ കൺസൾട്ടിങ് നടക്കുന്നിടത്ത് വന്ന് നിന്ന് നോക്കണം. നമ്മുടെ മുന്നിൽ ദൂരദേശത്തു നിന്നുള്ള രോഗികൾ എല്ലാ ചികിത്സകളും പരാജയപ്പെട്ട് വന്ന് മുന്നിലിരിക്കുമ്പോൾ അവരുടെ ദുഃഖങ്ങൾ പറയുമ്പോൾ അവർക്ക് ശുദ്ധമായ ഔഷധം കൊടുക്കാൻ ഒരു വൈദ്യന് സാധിച്ചില്ല എങ്കിൽ ഉറപ്പാണ് എൻ്റെ തലമുറകൾ അത് ഈ ഭൂമിയിൽ അനുഭവിച്ചിട്ടേ പോകും. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം എൻ്റെ ഔഷധങ്ങൾ ഞാൻ നിർമ്മിക്കുന്നിടത്ത് എപ്പോഴും ഞാൻ പറയും, എനിക്ക് 3 മക്കളാണ്.
ആ 3 മക്കൾ എൻ്റെ ജീവിതത്തിൽ നല്ല വഴിത്താരകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനേക്കാളുപരി എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നാട്ടുവൈദ്യം പഠിക്കുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെയാണ് നെഞ്ചിലേറ്റിയിരിക്കുന്നത്. ഇന്ന് വരെയും ഒരു ഔഷധം കൊടുക്കുമ്പോൾ ഒരു പരാജയം നുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തെ എത്തിപ്പിടിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ മാതാപിതാക്കളുടെ മുന്നിലേക്കാണ് പോകുന്നത്. ആ മാതാപിതാക്കൾ സുരക്ഷിതരാണോ എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. സുരക്ഷിതരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതങ്ങളിൽ യാതൊരു തടസ്സങ്ങളും നേരിടുകയില്ല. ആ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ കർമ്മപദങ്ങളിൽ വിഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ആ വിഘാതങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് എനിക്കൊന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്, കർമ്മനിരതമായി നിങ്ങൾ ജീവിതത്തെ നേരിടണം. ഒരിക്കലും നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ കളയരുത്. ഈ ഭൂമിയിൽ ഋഷീശ്വരന്മാർ പകർന്നു തന്ന അറിവുകളും കഴിവുകളും വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മനുഷ്യൻ രോഗികളല്ലാതെ നിന്നാൽ മാത്രമേ അവൻ്റെ ജീവിതത്തിന് യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കൂ. പലപ്പോഴും പല രോഗികൾക്കും ഏതെല്ലാം ടെസ്റ്റുകൾ നടത്തിയാലും അവരുടെ രോഗങ്ങൾ മാറുന്നില്ലെങ്കിൽ ഒരു 30 മിനിറ്റ് അവരുമായിട്ട് ആശയവിനിമയം ചെയ്താൽ അവരുടെ രോഗങ്ങൾ മാറുന്നുണ്ട്. ആ രോഗങ്ങൾ മാറുന്നതിൻ്റെ കാരണം അവരുടെ മനസ്സിൽ മതിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധേയമായി വീക്ഷിക്കുമ്പോഴാണ്. ഒരു വൈദ്യൻ എന്ന നിലയിൽ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത്, ഒരു ദേശത്ത് വന്ന് 10 ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങളുടേതായ ജീവിതങ്ങളിൽ അത് പകർത്തിക്കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമായിരിക്കില്ല. ഒരു ഡയബറ്റിക് വന്നാൽ ഉടനെ ഡയബറ്റിക്കിനെ ചികിത്സിച്ചാൽ ഡയബറ്റിക്കിന് ഒരിക്കലും നിങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ ചികിത്സിച്ച് രോഗം പൂർണ്ണമായി മാറ്റാൻ ആർക്കും സാധിച്ചിട്ടുമില്ല. കാരണം ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തണം. നമ്മുടെ ജീവിതക്രമങ്ങളിൽ നമ്മൾ മാറ്റം വരുത്താത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, രോഗികളാകുന്നത്. നമ്മുടെ ഭക്ഷണങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി, രോഗങ്ങൾ അവിടെ ക്യൂറാകും. ഏത് രോഗങ്ങൾ വന്നാലും, ഇപ്പോൾ BP ഉള്ള രോഗിയാണെങ്കിലും ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ അത് അവസാനം വരെ മരുന്നുണ്ടാവണം. ഡയബറ്റിക് ആണെങ്കിലും അതൊരു ചെറിയ ടാബ്ലറ്റിൽ തുടങ്ങിയാൽ അവസാനം അത് ഇൻസുലിനും സ്റ്റാമ്പിലേക്കും കിടക്കുകയാണ്. ഈ രോഗങ്ങളെ നിയന്ത്രിക്കാൻ നമ്മുടെ ഭവനങ്ങളിലുള്ള ഭക്ഷണങ്ങളിൽ ചെറിയ വ്യതിയാനങ്ങൾ നിങ്ങൾ വരുത്തി നോക്കിക്ക് മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏത് രോഗങ്ങൾക്കും ക്യൂർ ചെയ്യാൻ നമ്മുടെ ശരീരത്തിനാകുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ആവിക്ക് വേവിച്ച ഭക്ഷണങ്ങളാണ് നമ്മൾക്ക് ഏറ്റവും ഹിതമായിട്ടുള്ളത്. പുറമേ നിന്ന് മേടിക്കുന്ന ഓയിലുകളുള്ള ഫുഡുകൾ ഒരു കാരണവശാലും തേങ്ങ ആട്ടി കൊപ്രയാട്ടി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കിട്ടുന്നതല്ല. നിങ്ങൾക്കറിയാൻ മേലാത്തത് കൊണ്ടാണ്. അതെല്ലാം ഫ്ലേവറുകൾ നിറഞ്ഞ അതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഓരോ ഷോപ്പിലും ഓരോ ഓയിലുകൾ രാത്രികാലങ്ങളിൽ കൊണ്ട് സപ്ലൈ ചെയ്തിട്ട് ആ ഓയിലുകളിലാണ് പല ഭക്ഷണങ്ങളും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പോലും കേൾക്കാത്ത രോഗങ്ങൾ ഈ സമൂഹത്തിൽ ഉരുത്തിരിയുന്നത്. ആ രോഗങ്ങളിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആചരിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഒരു ദിനചര്യകൾ വേണം, ഒരു പഞ്ച്വാലിറ്റി ഉണ്ടാവണം. അത് ശുദ്ധമായ ഭക്ഷണങ്ങളാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ നാവിൻ്റെ രുചി കണ്ടിട്ട് നമ്മൾക്ക് നല്ല ആസ്വാദ്യകരമായ ഭക്ഷണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതെല്ലാം ഇപ്പോൾ കഴിച്ചിട്ട് ഒരു 40 വയസ്സായി പഠിച്ച് ഒരു ജോലി കിട്ടി ഒരു തലങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ തൊട്ട് നമ്മൾ നിരവധി രോഗങ്ങൾക്കുടമയാണെങ്കിൽ ആ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. ജീവിതം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ നിൽക്കുക തന്നെ വേണം. ആരോഗ്യത്തോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഭക്ഷണം ഒരു അനിവാര്യ ഘടകം തന്നെയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു പ്രശ്നം ഇതാണ്, നമ്മൾക്ക് എന്തെല്ലാം വന്നാലും ഒരു കുഴപ്പമില്ല, ഇതിനെയൊക്കെ നേരിടാൻ അറിയാം. ഇപ്പോൾ പലയിടത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എത്രയോ കുടുംബങ്ങൾ പെരുവഴിയാണെന്നറിയാമോ? എത്ര കുഞ്ഞുങ്ങൾ രോഗങ്ങൾ കൊണ്ട് നേരത്തെ തന്നെ ജീവിതത്തിൽ നിന്ന് വഴിമാറിപ്പോയി. ഇന്ന് ഒരു പത്രം എടുത്താൽ പോലും ആ പത്രത്തിൻ്റെ ഒരു ഫുൾ പേജ് മുഴുവൻ മരിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ 50 വയസ്സിന് താഴെയാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു നോക്കിക്കോ, 17 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള താഴെയാണ്. ഇന്നലെ ഇവിടുന്ന് ഡിസ്ചാർജ് പോയി പേഷ്യൻറ്റിൻ്റെ കൊച്ചിനെ കൊണ്ടുവന്ന് ഇതെൻ്റെ മോനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ തൊട്ട് തലോടിയിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇതെന്നാടാ നിന്നിങ്ങനെ? ഉടനെ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു, അത് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, ഞങ്ങൾക്ക് തമ്പുരാൻ തിരിച്ചു തന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് പോലും ക്യാൻസർ രോഗങ്ങൾ വരികയാണ്. എത്ര പറഞ്ഞാലും നിങ്ങൾ ഉൾക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഏത് രോഗങ്ങളെയും ക്യൂർ ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ ഭക്ഷണത്തിനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഈ പ്രകൃതിയിൽ നിന്നാണ് അവരുടെ ഔഷധങ്ങളെയും ഭക്ഷണങ്ങളെയും തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മൾ ഔഷധങ്ങളെ തിരഞ്ഞെടുക്കുന്നില്ല, ഭക്ഷണം നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഉൾത്തളങ്ങളിൽ പലപ്പോഴും നല്ല പാത്രങ്ങൾ പോലും നമ്മൾ എടുക്കാതെ കാലങ്ങളോളം പൊടി പിടിച്ച് അവിടെ ഇരിക്കുക.
അത് വിരുന്നുകാർ വരുമ്പോൾ എടുക്കാൻ വെച്ചിരിക്കുന്നതാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ. നമ്മൾ കഴിക്കുന്നത് നല്ല പാത്രത്തിൽ കഴിക്കില്ല. ഒരുപാട് കാലം കഴിച്ചിട്ടിരുന്ന അതിൻ്റെ തളയും പോറലും എല്ലാം പൊട്ടിയതും ചീഞ്ഞതുമായ പാത്രങ്ങളിൽ. മറ്റത് എവിടെയെങ്കിലും പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ മാവിൽ ചോറിലോ പോകുമ്പോൾ നല്ല പാത്രങ്ങൾ മേടിച്ച് നമ്മൾ അലമാരിൽ കൊണ്ട് അടുക്കി വെച്ചിട്ട് അതങ്ങനെ തന്നെ പൊടി പിടിച്ചിരിക്കും. ഞാൻ നിർത്താം. എനിക്കൊന്നേ പറയാനും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നിങ്ങളെ ആരും സപ്പോർട്ട് ചെയ്യില്ല. ഒരാശുപത്രിയുടെ ഗ്രൗണ്ടിൽ കൊണ്ട് നിങ്ങളുടെ വണ്ടി ഇടുന്നത് BMW ഓഡിയോ ബെൻസ് ആണെങ്കിൽ ഉറപ്പാണ് അവിടുത്തെ ക്യാമറ വെച്ചിരിക്കുന്നത് വണ്ടി മോഷണക്കാരെ ഉദ്ദേശിച്ചല്ല. നിങ്ങൾ വന്നത് വോൾവോയിലാണെങ്കിൽ ഉടൻ റിസപ്ഷനിൽ വരും. വോൾവോയിൽ വന്നൊരു കണ്ണട വെച്ച താടിക്കാരൻ വരുന്നുണ്ട്, നോക്കിക്കോളാൻ പറയും. അവൻ അവിടുന്ന് കാല് കുത്തിക്കഴിഞ്ഞാൽ അവൻ വരുന്നത് അവൻ്റെ പ്രത്യേകം ഡോക്ടറെ മുന്നിലേക്ക് അവനെ കൊണ്ടുപോകും. അവിടെ വന്ന് സ്കാനും റിപ്പോർട്ടും എല്ലാം നടത്തി അവിടെയുള്ള മുഴുവൻ യന്ത്രമനുഷ്യന്മാർ മുഴുവൻ പരിശോധിച്ചിട്ട് അവസാനം അവനോട് പറയും, സന്തോഷമായിരുന്നു, ഒരു കുഴപ്പമില്ല, ഒരു ഗ്യാസ് ആയിരുന്നു, സന്തോഷമായി, 32,500 ബില്ല്. നമ്മൾ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. എന്നാലും അവനവൻ്റെ വീട്ടിലിറങ്ങി ഗ്യാസ് ആണ് എന്നാൽ 2 നല്ല ഭക്ഷണം കഴിക്കോ, അല്ലെങ്കിൽ നല്ല രസം വെച്ച് കഴിക്കോ, 2 ഇഞ്ചി മോരിച്ചിട്ട് വെള്ളം ഇഞ്ചി മോര രസം, എന്നാ രസം, ഇതൊന്നും തൊടില്ല. നമ്മൾ ചേന കൂട്ടി കറി കഴിക്കില്ല, വയറ്റിന്ന് പോയില്ലെങ്കിലും ചേന ഇട്ടിച്ചിരി അവിയൽ പോലും വെക്കില്ല. ഒരാഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ രസം കൂട്ടി നിങ്ങൾ ചോറുണ്ട് നോക്കിക്കോ, നിങ്ങളുടെ ഉദരം ശുദ്ധമാകും. നിങ്ങൾ പൈൽസ് രോഗിയാണോ, ഒരു 5 ദിവസം നിങ്ങൾ മോര് കൂട്ടി ചോറുണ്ട് നോക്കിക്കോ, 6-ാം ദിവസം നിങ്ങളുടെ പൈൽസ് കുറയും. നിങ്ങളുടെ തലയിൽ നിറച്ച് താരനാണെങ്കിൽ കറ്റാറ് വാഴപ്പോളം നീരെടുത്തിട്ട് ഇച്ചിരി മുട്ട വെള്ളം ചേർത്ത് തലയിലൊന്ന് തേച്ച് നോക്കണം. 5 അല്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ ആ തലയിൽ താരൻ പോവും. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലാണെങ്കിൽ 2 ബക്കറ്റ് വെള്ളത്തിൽ ധാരയായിട്ട് നിങ്ങൾ തലയിൽ ധാരയായിട്ട് വെള്ളം ഒഴിച്ച് കുളിച്ചു നോക്കിക്കോളൂ, അവിടെ മുടി കൊഴിച്ചിൽ നിൽക്കും. നിങ്ങൾക്ക് കൊളസ്ട്രോൾ വന്നാൽ അതിനകത്ത് വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഉലുവയോ മുരിങ്ങയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലോ ചേർന്ന മിശ്രിതങ്ങൾ ഉൾപ്പെടുത്തി ഭക്ഷണം തയ്യാറാക്കണം. അവിടെ കൊളസ്ട്രോൾ കുറയാൻ തുടങ്ങും. നടക്കണം രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ. ഒരു മരുന്നും വേണ്ട. നിങ്ങൾ BP ഉള്ളവരാണ്, നിങ്ങളുടെ ടെൻഷൻ മാറ്റി വീട്ടിൽ ഡപ്പാങ്കൂത്ത നടത്ത്. എന്തിനാണ് ഈ പിരിമുറുക്കം, എന്തിനാണ് ഈ മസൽ പിടുത്തം? BMW ഓടിയും ബെൻസും 3 നില വണ്ടിയും ഈ സൗകര്യങ്ങളും കാണുമ്പോൾ ഞാൻ ഏതാണ്ടൊക്കെയാണെന്ന് പറഞ്ഞ് നടക്കുന്നോ? ആണോ അല്ലയോ? ഇവിടെ എൻ്റെ മുന്നിൽ ഈ കൊല്ലത്തിന് വന്ന പേഷ്യൻസ് ഒക്കെ ഇരിപ്പുണ്ട്. അവരവിടെ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഞാനൊരു പ്രത്യേക പരിഗണന കൊടുക്കും. അവരെ പെട്ടെന്ന് കടത്തി വിടണമെന്ന് രോഗികൾ കാണാൻ വരുമ്പോൾ. എന്താണ്, വെളുപ്പിനെ 3:30 ട്രെയിനിൽ കയറിയാണ് വരുന്നത്. വരുമ്പോൾ വൈദ്യനെ കാണാൻ വന്ന കൂട്ടത്തിൽ ഒരു ദിവസം വരുമ്പോൾ കരിമീൻ, കൊഞ്ച് ഉള്ള മീൻ വറുത്തത് എല്ലാം കൂടെ വൈദ്യനെ കാണാൻ അങ്ങ് പെരുമ്പാവൂർ കൊണ്ടുവരുവാണ് കൊല്ലത്തുനിന്ന്. ഓരോ മനുഷ്യരും പോകുമ്പോൾ കേക്കും മിഠായി എല്ലാം വൈദ്യന് മുമ്പിൽ കൊണ്ട് വയ്ക്കുകയാണ്. ചിലർക്ക് വൈദ്യനൊന്ന് തൊട്ടാൽ മതി, ചിലർക്ക് വൈദ്യൻ എത്ര സമയമെടുത്താലും 1/2 മണിക്കൂർ 3/4 മണിക്കൂറും എടുത്ത് അവരുടെ ജീവിതങ്ങളെ കുറിച്ച് പറഞ്ഞ് അവർക്ക് സാന്ത്വനം നൽകിയാണ് ഈ വൈദ്യൻ അവിടെ നിന്ന് കൺസൾട്ടിങ് നടത്തുന്നത്. ചിലപ്പോൾ എഴുന്നേൽക്കുമ്പോൾ രാത്രി 9:45 രാവിലെ ഇരിക്കുന്നത്. ആ സമയം വരെ പേഷ്യൻ്റ് ആണെങ്കിലും ഞാൻ ഒരാളെ പോലും ഞാൻ സ്പെൻഡ് ചെയ്യാതെ വിടില്ല. എന്താണ് അതിന് കാരണം? എൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു ജീവനല്ല, ഒരുപാട് ജീവിതങ്ങളാണ്. ഒരു ജീവനെ കണക്ട് ചെയ്ത് ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളാണ് ഏറ്റവും വലുത്. നമ്മളെപ്പോഴും വൈദ്യൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാളെ കളിയാക്കുമ്പോൾ, ആ പരിഹസിക്കുമ്പോൾ, ആ പരിഹാസമായിട്ട് വീട്ടിൽ പോയിരുന്ന് കരയുമ്പോൾ എത്ര പേർ ആ വീട്ടിലുണ്ടാകും? എന്താണ് അമ്മയെ കരയുന്നത്, എന്താണ് അച്ഛ കരയുന്നത്? അച്ഛനെ വിഷമിപ്പിച്ചവനെ കുറിച്ച് ഓർത്താൽ എത്ര പേരുടെയാണ് ശാപങ്ങൾ കയറി വരുന്നത്? ഈ മണ്ണിൽ ലയിച്ചു ചേരുന്ന നമ്മൾ എന്തിനു മറ്റുള്ളവരെ വിഷമിപ്പിക്കണം? ഈ മണ്ണിലേക്ക് ജലം, വായു, അഗ്നി, ആകാശം, ഭൂമിയുള്ള പഞ്ചഭൂത നിർമ്മിതമായ മനുഷ്യ ശരീരം മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഒരു വാക്കുകൾ കൊണ്ട് പോലും വിഷമിപ്പിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല. സുഖവും സന്തോഷവും വിളിച്ചു വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ചിന്തിക്കുക. ഇന്ന് ഈ പ്രഭാഷണത്തിൽ കിട്ടിയിരിക്കുന്ന അറിവുകൾ വെച്ച് നിങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ വിലപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്, വിലപ്പെട്ടതാണ്. ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ ഇട്ട് കൊടുക്കണം. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെടുത്ത് ചരിത്രം പഠിക്കുമ്പോൾ എബ്രഹാം ലിങ്കണും മഹാത്മാഗാന്ധിയും അല്ലെങ്കിൽ നെഹ്റുവിനെ കുറിച്ചൊക്കെയുള്ള ചരിത്രം പഠിക്കുന്നു. നമ്മൾ എന്തിട്ട് കൊടുത്തിട്ട് പോകണം? അവരിട്ട് തന്നത് നമ്മളിപ്പോഴും പഠിച്ചിട്ടിരിക്കുക മാത്രമാണോ വേണ്ടത്? നമ്മുടെ ജീവിതത്തെ സ്വായത്തമാക്കണം, കൈപ്പിടിയിൽ ഒതുക്കണം. സൈഡിൽ നിന്ന് ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഒരിക്കലും നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഭവനങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കൊണ്ടുപോകരുത്. വീട്ടിൽ കൊണ്ടുവന്ന് അവനത് പറഞ്ഞ് അവളത് പറഞ്ഞ് കരച്ചിൽ പാടില്ല. വീട്ടിൽ വിളക്ക് കത്തിച്ച് ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്ന വീട്ടിൽ നെഗറ്റീവുകൾ കൊണ്ടുവരരുത്.
കാല് കഴുകി അകത്ത് കയറിയാൽ അത് അവിടെ തീരണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വിഷമങ്ങൾ ഇട്ടുകൊടുക്കരുത്. നമ്മൾ കടന്നു വന്ന വഴിത്താരകളാണ് ഇട്ടുകൊടുക്കേണ്ടത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജീവിതത്തിന്റെ മുഖ്യമായ പരമോന്നതമായ ലക്ഷ്യത്തിലെത്തും. കുഞ്ഞുങ്ങളെ നമ്മൾ കേൾക്കാൻ പഠിക്കണം, ശ്രോതാവായിരിക്കണം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ അവിടെയും ശ്രോതാവായിരിക്കണം. ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉരുവിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു പരിചരണം ഉണ്ടല്ലോ, ആ കുഞ്ഞിന് നിങ്ങൾ സ്നേഹം കൊടുക്കണം, നല്ല ശബ്ദം കേൾപ്പിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. ശ്രദ്ധിച്ചു നോക്കിക്കോ, എത്ര വിദ്യാഭ്യാസമുള്ളവരാണ് നിങ്ങളെങ്കിലും നിങ്ങളിപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കയ്യിലേക്ക് ഒരു 7 Pro Max എടുത്ത് കയ്യിൽ കൊടുത്ത് നോക്ക്. ഐഫോണിൻ്റെ മുഴുവൻ ആപ്ലിക്കേഷനും ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെടുക്കും. പക്ഷെ ഡിഗ്രി പഠിച്ച നിങ്ങളെടുക്കില്ല. കാരണം ഈ സാധനം വയറ്റിൽ കിടക്കുമ്പോൾ ഈ കാണുന്നത് ഹിഹിയാണ്. അന്നേരം പറയും, എൻ്റെ മകൻ്റെ ബുദ്ധി കണ്ട, 3ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നെങ്കിലും എല്ലാ ആപ്ലിക്കേഷനും അവൻ എടുക്കുന്നുണ്ട്. മെസ്സേജോ, മെസ്സഞ്ചറോ, യൂട്യൂബോ, ഫേസ്ബുക്കോ, ഇൻസ്റ്റാഗ്രാമോ, ട്വിറ്ററോ, എന്ത് വേണം എല്ലാം എടുക്കാൻ എൻ്റെ കുഞ്ഞിനറിയാം. അതാണ് ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ഉരുവിടുമ്പോൾ ആ സ്ത്രീ നല്ല സാത്വിക സന്മാർഗ ദർശനങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നതാണ്. ഭക്തിയുടെ മാർഗം കൊടുക്കണം. ഇന്ന് ഏത് കുഞ്ഞുങ്ങൾക്കാണ് ഭക്തിയുള്ളത്? 16 വയസ്സ് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകാൻ വിളിച്ചാൽ അമ്പലത്തിൽ വരില്ല. നാമം ജപിക്കാൻ വിളിച്ചാൽ നാമം ജപിക്കുന്നിടത്ത് വന്നിരിക്കുമോ ഏതെങ്കിലും ഒരു ആൺകൊച്ച്? എത്ര കുടുംബങ്ങളിൽ എല്ലായിടത്തും നാമം ജപിക്കുന്നത് അവിടെയുള്ള അമ്മയുണ്ടാകും, അല്ലെങ്കിൽ ഒരു പെൺകൊച്ചുണ്ടാകും. പെൺകുട്ടികൾ മാത്രമാണ് നാമം ജപിക്കുന്നത്. ആൺകുട്ടികളെ നാമം ജപിക്കാൻ വിളിച്ചാൽ വിളിക്കില്ല. അവൻ നാളെ തെരുവോരങ്ങളിലേക്ക് ഇറക്കി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടൻ അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. എന്താണ് കാരണം? അവൻ്റെ മനസ്സിലൊരു ദൈവികത ഉണ്ടായിട്ടില്ല, അവൻ്റെ മനസ്സിലൊരു ഈശ്വരീയത ഉണ്ടായിട്ടില്ല, അവൻ്റെ മനസ്സിൽ സാത്വികം എന്താണെന്നറിയില്ല, സന്മാർഗം എന്താണെന്നറിയില്ല. അത് പകർന്നു കൊടുത്തിട്ടില്ല. പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നു. നാമജപത്തിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചിരുത്തി സന്മാർഗ ദർശനങ്ങൾ പകർന്നു കൊടുത്തൊരു തലമുറയുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അവർ തളരത്തൊന്നുമില്ല. 9 വയസ്സുള്ള, 11 വയസ്സുള്ള, 10 വയസ്സുള്ള കുട്ടികൾ കയറെടുത്ത് കഴുത്തിലിട്ട് കുരുക്കി ആത്മഹത്യ ചെയ്യും. ആ കുഞ്ഞിനെ കേൾക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങളുമായിട്ട് ആശയവിനിമയം ചെയ്യുന്നില്ല. ഞാൻ നിർത്തുകയാണ്. പറഞ്ഞു മതിയായി. നിങ്ങൾക്ക് തൃപ്തിയാൻ എനിക്കറിയാം. എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മുടെ ഈ ഭൂമിയിൽ അധിവസിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബജീവിതങ്ങൾ ധന്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളോടും കൂടി നിങ്ങൾക്ക് സാധിക്കണം. ആരോഗ്യമുള്ളൊരു ശരീരത്തിന് നിങ്ങൾ ഔഷധങ്ങൾ തേടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുക്കളയിലുണ്ട് നിങ്ങളുടെ ഔഷധങ്ങൾ. ഒരു കഫക്കെട്ട് വന്നാൽ പോലും ഒരു നുള്ളു നാടൻ മഞ്ഞൾപ്പൊടി തേനിൽ ചാലിച്ച് 5 ദിവസം കഴിച്ചാൽ ആ കഫക്കെട്ട് കുറയും. ചുമ്മാ ഒരു 2 തുളസിയിലെ 2 കഷ്ണം പച്ചമഞ്ഞൾ ഇട്ട് ഒരു ആവി പിടിച്ചാൽ നിങ്ങളുടെ കഫക്കെട്ട് കുറയും, തുമ്മൽ കുറയും, ജലദോഷം കുറയും. വല്ലപ്പോഴുമൊക്കെ രസവും ഇഞ്ചിമോരും സാമ്പാറും അവിയലും ഒക്കെ വെക്കും. സാമ്പാർ വെക്കുമ്പോഴത്തേക്ക് നല്ല പുളി, കുടംപുളി അല്ല വാഴപ്പുളി തന്നെ ചേർക്കുക. അവിയൽ വെക്കുമ്പോൾ അതിനകത്ത് ഏത്തക്ക കൂടുതൽ ചേർക്കാൻ ശ്രമിക്കണം. ഫൈബറാണ്, ഡയബറ്റിക്കാർക്ക് ഇഷ്ടം പോലെ കഴിക്കാം. ഒരു വാഴച്ചുണ്ടോ, വാഴപ്പിണ്ടി കേട്ടിട്ടുണ്ട്? വാഴപ്പിണ്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊരു 5 ദിവസം തോരൻ വെച്ച് കഴിച്ചാൽ ഡയബറ്റിക്കിൻ്റെ ഒക്കെ ലെവൽ, ഫൈബറാണ്, കുറയും. സെലിബ്രിറ്റികൾ കഴിക്കുന്നത് പാത്രം നിറച്ച് ചോറുണ്ണാറില്ല. നമ്മൾ 1.5 ചാക്ക് അരിയുടെ ചോറ് അങ്ങോട്ട് വെച്ചിട്ട് സൈഡിൽ ഇച്ചിരി കറിയും വെച്ചിട്ട് ഇത് മുഴുവൻ ഉരുട്ടി ഗുരുവായൂർ ആനയ്ക്ക് കൊടുക്കുന്നത് പോലെ തട്ടി തൊണ്ടക്കുഴി വരെ വന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി എടുത്ത് അവിടെ ഫില്ല് ചെയ്തിട്ട് മാറി നീണ്ടു നിവർന്ന് പാനെ നോക്കി കിടക്കും. അരവയറ് നിറക്കില്ല. നിലത്ത് ചമ്രം പടഞ്ഞ് അരവയറ് നിറച്ച് വിശപ്പിന്റെ വിളിയെറിഞ്ഞ് ജീവിച്ചൊരു സമൂഹമുണ്ടായിരുന്നു. അന്ന് യൂറിക് ആസിഡ് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷർ ഇല്ല, മുട്ട് തേയ്മാനമില്ല, ഡിസ്ക് ബഡ്ജില്ല, ലിവർ ഫംഗ്ഷൻ ഒരു കുഴപ്പമില്ല, കിഡ്നി അടിച്ചു പോയിട്ടില്ല, അവയവമാരും മാറ്റിയും വെച്ചിട്ടില്ല. അന്ന് അവരുടെ ഭക്ഷണം മത്തങ്ങ, കോവയ്ക്ക, പാവയ്ക്ക, വെണ്ടയ്ക്ക ഇതൊക്കെയായിരുന്നു. നിലത്ത് ചമ്രം പടഞ്ഞ് കുറച്ച് ഭക്ഷണം കഴിക്കുമായിരുന്നു. നല്ല വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ട് വന്നിട്ട് മുളക് ചമ്മന്തി ചാലിച്ച് അത് കൂട്ടി തിരുമി ചോറുണ്ടിരുന്നു, നല്ല കുത്തരിച്ചോറ്. ഇന്ന് വരുന്ന അരിയാഹാരവും ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അൽഫാമും കുഴിമന്തി എല്ലാം കൂടെ തൊണ്ടക്കുഴി കൊണ്ട് വെച്ച് ലോഡാക്കി ആ മിഷൻ വരെ സ്ട്രക്കായി പോകുന്ന രീതിയിൽ നിർത്തും.